കേട്ടതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ ബാക്കിയായിരിക്കുന്ന സമയത്തിനായിട്ട് നമ്മുടെ ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കാം. അല്പസമയത്തെ വചന ചിന്തയ്ക്കായിട്ട് ഒരു വാക്യമായിട്ട് നമുക്ക് റോമർക്കെഴുതിയ ലേഖനം അതിന്റെ 8-ാം അധ്യായത്തിന്റെ 35 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 35 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കുന്നതാണ് കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, ആപത്തോ, നഗ്നതയോ, വാളോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നതല്ലോ. നാമോ നമ്മെ സ്നേഹിച്ച മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. Who shall separate us from the love of Christ? Shall tribulation or distress or persecution or famine or nakedness or peril or sword? As it is written, for your sake we are killed all day long, we are accounted as sheep for the slaughter. Yet in all these things we are more than conquerors through him who loved us. Let us thank God for this word. പ്രത്യേകിച്ച് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് ലേഖനം എഴുതുമ്പോൾ when Paul writes to the Romans, 35-ാം വാക്യത്തിൽ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇപ്പോൾ നമ്മുടെ നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചത്. It is the verse 35 that we were hearing. 8-ാം അധ്യായമാണ് നമ്മൾ വായിച്ചത്. 8 chapter 35th verse. അതെ. അപ്പോൾ അദ്ദേഹം പറയുന്നത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കുന്നതാണ്. It says, who shall separate us from the love of Christ? അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, വിശുദ്ധ പൗലോസ് അപ്പോസ്തലന് യേശുവുമായിട്ട് ഒരു ആഴമേറിയ സ്നേഹബന്ധമുണ്ടായിരുന്നു. Paul had a great, deep, intimate love relationship with the Lord. അത് മാത്രമല്ല, അനേക പ്രതികൂലങ്ങളുടെ മധ്യേ നിന്നുകൊണ്ടായിരിക്കും അദ്ദേഹം സംസാരിക്കുന്നത്. While he was writing this, he was in the midst of many problems. അപ്പോൾ അവിടെ പറഞ്ഞ കർത്താവിന്റെ ആ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കുവാൻ എന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു വിഷയത്തിനും സാധിക്കുകയില്ല. He's saying whatever the problem is before me, nothing can separate me from the love of Christ. അപ്പോൾ യേശുവുമായിട്ടുള്ള കൂട്ടുബന്ധത്തിൽ, in his relationship with the Lord, ദൈവവുമായിട്ടുള്ള കൂട്ടുബന്ധത്തിൽ, in his relationship with God, അങ്ങനെ ഒന്നിനും വിശുദ്ധ പൗലോസ് അപ്പോസ്തലനെ വേർപെടുത്തുവാൻ സാധിക്കുകയില്ല എന്ന് അദ്ദേഹം ഉറച്ചിരിക്കുകയാണ്. He had the confidence that nothing could separate him from the love of Christ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലും even in our own lives, അത്ര സുഖകരമല്ലാത്ത അവസ്ഥകളായിരിക്കാം ഇന്ന് നമ്മളായിരിക്കുന്നത്. we might be not in a very comfortable position. എന്നാൽ സുഖകരമായ ഒരു അവസ്ഥയിലുമായിരിക്കാം. Some of us might be in a comfortable position. പക്ഷേ ഏത് സമയത്താണെങ്കിലും പ്രതികൂലമോ പ്രശ്നമോ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, but whenever problems or troubles arise, നമ്മൾ കർത്താവിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് നമുക്ക് ചിലരുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കും. we see many people going away from the Lord. പക്ഷേ ദൈവവുമായിട്ട് ഒരു കൂട്ടുബന്ധം, but our relationship with the Lord, യേശുവുമായിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. but we are bound with the Lord. യേശുവുമായിട്ട് ബന്ധിക്കപ്പെട്ടാൽ, when we are bound with the Lord, മറ്റെല്ലാ ബന്ധനങ്ങളും അഴിയും. all the other bondages will break. കർത്താവുമായിട്ടുള്ള ബന്ധത്തിനനുസരിച്ച് ബന്ധനങ്ങൾ അഴിയാൻ തുടങ്ങും. The more deeper our bond is with the Lord, all the other bondages will break. അല്പം ബന്ധമേ ഉള്ളെങ്കിൽ അത്രയും ബന്ധനമേ മാറത്തുള്ളൂ. If our bond with the Lord is not so much strong, then the bondages will remain. പക്ഷേ കർത്താവിനെ അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ, but the more we grow closer to the Lord, നമുക്ക് ആഗ്രഹമുണ്ട് എൻ്റെ കർത്താവ് യേശുവിനെ കൂടുതൽ അറിയുക. then we will want to know him more and more. അതുകൊണ്ട് പൗലോസ് അനവധി സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന്റെ കഷ്ടതകളെ കുറിച്ച് പറയുന്ന ഭാഗങ്ങളുണ്ട്. So in many places we see Paul talking about the problems he went through. ഏത് വിഷയത്തിന്റെ മധ്യയാണെങ്കിലും, whatever problem is in front of us, നമ്മുടെ ഓരോരുത്തരുടെ വിഷയങ്ങൾ നമുക്ക് അന്യോന്യം പലർക്കും അറിയില്ലെങ്കിലും, though each of us don't know what the other person is going through, ഏതെങ്കിലും പ്രശ്നത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ എന്റെ ദൈവം എന്നെ കൈവിട്ടു എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, so when we are in front of any problem, if you think that God has left you or forsaken you, പക്ഷേ ദൈവം പൗലോസ് അപ്പോസ്തലന് ഉറപ്പുണ്ട്. Paul had a confidence. എന്റെ കർത്താവിന്റെ സ്നേഹത്തിൽ ഒന്നും വേർതിരിക്കാൻ ഒന്നിനും സാധിക്കത്തില്ല. Paul knew that nothing could separate him from the love of Christ. അതുകൊണ്ട് അടുത്ത വാക്യത്തിൽ അദ്ദേഹം പറയുകയാണ്, so in the next verse he is saying, മരണത്തിനോ ജീവനോ
In neither death nor life, ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ nor angels, nor principalities, nor powers, അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ nor things present, nor things to come, വരുവാനുള്ളതിനോ ഉയരത്തിനോ nor height, nor depth, ആഴത്തിനോ nor depth, മറ്റൊരു യാതൊരു സൃഷ്ടിക്കുമോ nor any other created thing നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവസ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുവാൻ കഴിയുകയില്ല. shall be able to separate us from the love of God which is in Christ Jesus our Lord. ഇന്നൊരു പക്ഷേ ആ സ്നേഹമെന്ന് മറ്റുപോയി എന്നെ ദൈവം മറന്നുപോയെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ വിശ്വാസത്തോടെ പറയാൻ എന്റെ ദൈവം എന്നെ കൈവിടത്തില്ല. If you think that your love for God has decreased, let us believe that God will not forsake you. ദൈവമായുള്ള കൂട്ടുബന്ധം നമ്മുടെ വിഷയത്തിന് മധ്യേ കൂടുകയില്ലാതെ കുറയത്തില്ല കേട്ടോ. In the midst of the problems, our relationship with the Lord should not become less, it should become more. ഒരു രോഗത്തിനോ കൊറോണയ്ക്കോ സാമ്പത്തിക വിഷയത്തിലോ തകർച്ചയ്ക്കോ എന്റെ ജീവിതത്തിന്റെ യേശുവുമായിട്ടുള്ള എന്റെ കൂട്ടുബന്ധത്തിൽ നിന്നും എന്നെ വേർപിരിക്കുവാൻ സാധിക്കുകയില്ല എന്ന് ഉറപ്പോടെ പറയണം. Whatever problems you're going through, no matter the physical issue or the corona or the financial problem, nothing should separate you from the love of ഇത് Christ. സംസാരിക്കുന്ന ഓരോ സപ്പോസറൻ പോയതുപോലെയുള്ള കഷ്ടങ്ങളിൽ കൂടെ പോയവരാരും ഉണ്ടെന്ന് എനിക്ക് ഇത് കേൾക്കുന്ന ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. I believe that no one who's hearing this has gone through the same problems as Paul has gone through. അതുകൊണ്ട് അദ്ദേഹം 2 കൊരിന്ത്യർ 11 അദ്ദേഹം പറയുന്നുണ്ട്, So he's saying in 2 Corinthians 11, ഞാൻ അധികം കഷ്ടം അനുഭവിച്ച വ്യക്തിയാണ്. I have gone through many other problems. ഞാൻ യേശുവിന് വേണ്ടി ഒരുപാട് അധ്വാനിച്ച വ്യക്തിയാണ്. I have labored much for Christ. അധിക പ്രാവശ്യം തടവിലായ വ്യക്തിയാണ്. I was in jail often. ഒരുപാട് അടി കൊണ്ടതാണ്. I have been beaten many times. 40 അടി 5 വട്ടം കൊണ്ട വ്യക്തിയാണ്. From the Jews I received 40 stripes minus 1. 3 വട്ടം കോലിനാൽ അടി കൊണ്ടതാണ്. 3 times I was beaten with rods. ഒരിക്കൽ കല്ലേറ് കൊണ്ടതാണ്. Once I was stoned. 3 പ്രാവശ്യം കപ്പൽ ചേതൽപ്പെട്ട വ്യക്തിയാണ്. 3 times I was shipwrecked. ഒരു രാപ്പകൽ മുഴുവൻ ഞാൻ കടലിൽ കഴിഞ്ഞവനാണ്. A night and a day I have been in the deep. പല സ്ഥലങ്ങളിൽ ഇന്നത്തെ പോലുള്ള യാത്രകാലങ്ങളിൽ വന്ന് യാത്ര ചെയ്ത വ്യക്തിയാണ്. He had traveled a lot during those days. അനേക ആപത്തുകൾ, നദികളുള്ള ആപത്ത്, കലന്നാൽ ആപത്ത്, സജ്ജനത്താൽ ആപത്ത്, In perils of countrymen, in perils of water, in perils of robbers, കടലിൽ ആപത്ത്, in perils of waters, കാട്ടിലെ ആപത്ത്, in perils of the jungle, കള്ള സഹോദരന്മാർ ആപത്ത്, in perils of false brethren, അധ്വാനം, പ്രയാസം, ബലപ്പെട്ട ഉറക്കളപ്പ്, in weariness and toil and sleeplessness, വൈരാഹം, ബലവട്ടം, പട്ടിണി, in hunger, thirst, ശീതം, നഗ്നത, in cold and ഇങ്ങനെ nakedness. പലതരത്തിലുള്ള കഷ്ടങ്ങൾ. Many types of ഒരു problems. വലിയ ലിസ്റ്റാണ്. It is a big list. ഞാൻ എത്ര ലിസ്റ്റ് നമുക്കുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. I don't know how many are there which you are facing. പക്ഷെ ഇതിലൊന്നിൽ നിന്നും കർത്താവിന്റെ സ്നേഹത്തിൽ നിന്നും വേർപിരിക്കുവാൻ ഈ ഒരു വിഷയത്തിന് സാധിച്ചില്ല. But none of these issues could separate him from the love of Christ. അതിന്റെ കാരണം മറ്റൊന്നുമല്ല. The reason for that is അദ്ദേഹത്തിന്റെ ഉള്ളിൽ തുളുമ്പി നിന്ന ഒരു ദൈവസ്നേഹം ഉണ്ടായിരുന്നു. because he had the love of Christ which was brimming in him. ഇന്ന് പലപ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോകാനുള്ള കാരണം മറ്റൊന്നുമല്ല. The reason why many have gone away from the Lord is because of this. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ആ ദൈവസ്നേഹം യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ വഴിഞ്ഞൊഴുകുന്നുണ്ടെങ്കിൽ, If you really experience the love of God flowing into your heart, നമ്മളെ ഒന്നും നമ്മുടെ ജീവിതത്തിലുള്ള വിശ്വാസത്തെ തകർക്കുവാൻ ഒരു ശക്തിക്കും സാധിക്കില്ല. no power can destroy our faith in the Lord. ഇന്ന് ദൈവം നമ്മുടെ ജീവിതത്തിൽ God in our life, ആഗ്രഹിക്കുന്നത് what he desires in our life ദൈവവുമായിട്ട് ശക്തമായ ഒരു കൂട്ടുബന്ധത്തിന് വേണ്ടിയാണ്. is a strong relationship with him, ഈ ലോകത്തിൻ്റെതായ ഒരു സ്നേഹവുമല്ല. not the love of this world. ഇന്ന് നമുക്കറിയാം ദൈവസ്നേഹത്തെ പറ്റി പണ്ട് സംസാരിച്ചിട്ടുള്ളതാണ്. You know that we have spoken much about the love of God. അറിയാൻ മേലാത്തവരുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് അവർക്ക് വേണ്ടി മാത്രം പറയുകയാണ്. Just for those who don't know about it, ഏകദേശം 4 തരത്തിലുള്ള ദൈവസ്നേഹത്തെ പറ്റി നമുക്കറിയാം, പറയപ്പെടുന്നു. there are 4 types of love. പലതരത്തിലുള്ള ദൈവസ്നേഹങ്ങളുടെ സ്നേഹമുണ്ട്. There are 4 types, different types of love. അതില് ദൈവവചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന സ്നേഹത്തിന് ഒരു വ്യത്യാസമുണ്ട്. There is a difference in the love of God that is in the Bible. അപ്പോൾ ഗ്രീക്ക് ഭാഷയിൽ ഈറോസ് എന്ന് പറയുന്ന ഒരു വാക്യമുണ്ട്. There is a word called eros in the Greek. അത് ഒരു കാമുകനും കാമുകിയുമായിട്ടുള്ള സ്നേഹത്തെ ആണ് അത് കാണിക്കുന്നത്. Eros shows a love between lovers, two lovers. ഒരു റൊമാൻറ്റിക് അല്ലെങ്കിൽ ഇൻഫാക്ച്വേഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് തോന്നുന്ന ഒരു ആകർഷണം. That is attraction between a man and a woman. പിന്നെ ഒരു വാക്യമുണ്ട് സ്റ്റോച്ച്. Then there is a love called storge. ഇത് ഒരു അമ്മയും കുഞ്ഞുമായിട്ടുള്ള ആ സ്നേഹബന്ധം. That is a love between a mother and a child. അല്ലെങ്കിൽ കുടുംബത്തിനകത്തുള്ള സ്നേഹബന്ധങ്ങൾ. Or the love among the family members. അപ്പോൾ പിന്നെ പറഞ്ഞിരിക്കുന്ന ഫിലിയ. Then there is the love called philia. നമ്മുടെ കൂട്ടുകാരുമായിട്ടുള്ള ബന്ധം.
It is a love between friends. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഈ അവസാനത്തെ ഫിലിയ എന്നുള്ള പദം മാത്രമേ ദൈവവചനത്തിൽ എഴുതിയിട്ടുള്ളൂ. But only this philia is mentioned in the Bible. ബാക്കി രണ്ട് സ്നേഹവും ദൈവവചനത്തിനകത്ത് ബൈബിളിനകത്തില്ല. But the other two, love is not mentioned in the Bible. പക്ഷെ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന സ്നേഹം എന്ന് പറഞ്ഞത് അഗാപ്പെ ലവ് ആണ്. But the love that is seen in the Bible is agape love. അത് ആ സ്നേഹമാണ് ദൈവത്തിന്റെ സ്നേഹം. That is the true love of God. അപ്പോൾ ആ ഒരു സ്നേഹത്തിലേക്കാണ് നമ്മളെ ദൈവം വിളിക്കുന്നത്. So God has called us to that unconditional love. ഇന്ന് എനിക്ക് പറയാനുള്ള സന്ദേശം, The message I want to speak today, ദൈവം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെയും എന്റെയും ജീവിതത്തിൽ those who are hearing me and this message while I am preaching, കഴിഞ്ഞ നാളുകളിലേറെ ആ ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധത്തിലേക്ക് God has brought us into that love relationship with Him. ഏറ്റവും കൂടുതലായിട്ട് കഴിഞ്ഞ നാളുകളിലേറെ ഈ ദിവസങ്ങൾ കർത്താവിനോട് അടുത്ത് വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. God wants us to come to a deeper relationship with Him. പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ When problems come in our life, ദൈവം ആഗ്രഹിക്കുന്നതെല്ലാം ആ വിഷയത്തിന് മധ്യേ ദൈവവുമായിട്ട് നമ്മൾ അടുപ്പിക്കുക എന്നുള്ളതാണ്. so through all these problems, God only wants us to deepen our relationship with Him. അപ്പോൾ അഗാപ്പെ ലവ് എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ ലവ് ആണ്. Agape love means unconditional love. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ എന്ത് അവസ്ഥയിലാണെങ്കിലും നമ്മളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്ന ദൈവം. So whatever situation you are in, God loves us unconditionally. അപ്പോൾ നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മളെ സ്നേഹിച്ചു. So while we were still sinners, God loved us. അത് ദൈവത്തിന്റെ സ്നേഹമാണ്. That is His love. ഒരു പാപി അല്ലെങ്കിൽ ഒരു ദുഷ്ടനെ ആർക്കും സ്നേഹിക്കാൻ കഴിയത്തില്ല. A sinner or a bad person, nobody can love. പക്ഷേ ദൈവം സ്നേഹിച്ചു. But God loved us. Unconditionally. He loved us unconditionally. അവസാനം വരെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. He will love us till the end. ആ ദൈവത്തിനെതിരെ നമ്മൾ പ്രവർത്തിച്ചാൽ പോലും ദൈവം നമ്മളെ സ്നേഹിക്കും. Even if we work against Him, He will still continue to love us. അതുകൊണ്ടാണ് ആ ദൈവ സ്നേഹത്തെ പറ്റി അനവധി പല സ്ഥലത്തും ദൈവവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. That is why in the Bible we read about the love of God in many places. അപ്പോൾ ദൈവം ഒന്ന് യോഹന്നാന്റെ ലേഖനം ചില വചനങ്ങൾ മാത്രം ഞാൻ പറയാം, എന്താണെന്ന് ജസ്റ്റ് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രം. I'll just point out to some verses. ഒന്ന് യോഹന്നാന്റെ ലേഖനം അതിന്റെ 2:8-9 1 John 2:8 and 9. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. Those who have not loved have not known God. ദൈവം സ്നേഹം തന്നെയാണ്. God is love. ദൈവം സ്നേഹമാണ്. So God is love. ഏതൊരു കവി കൊണ്ട് പാടിയിട്ടുണ്ട്, സ്നേഹമാണ് അന്തസാര മൊഴി. അപ്പം പാടാൻ എളുപ്പമാണ്, It is easy to sing, പക്ഷെ സ്നേഹിക്കാൻ അത്ര എളുപ്പമല്ല. but it is not easy to love. പ്രത്യേകിച്ച് നമ്മളെ ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കുക. Especially those who harm us, it is not easy to love them. അപ്പോൾ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടത് ലോകത്തിലേക്ക് അയച്ചു. So God sent His own Son to us so that we might live through Him. എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മളുള്ള സ്നേഹം പ്രത്യക്ഷമായി. Through that the love of God is manifested. അപ്പോൾ ദൈവം നമ്മളെ എത്രയധികം സ്നേഹിച്ചു എന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് സർവശക്തനായ ദൈവപുത്രനായ യേശുക്രിസ്തു ഈശോ മിശിഹ ഈ ഭൂമിയിലേക്ക് വന്നത്. So God demonstrated His love for us by sending His own Son into this world. ദൈവവചനത്തിന്റെ കാതൽ അല്ലെങ്കിൽ ഏറ്റവും താക്കോൽ വാക്യം എന്ന് പോലും പറയപ്പെടുന്ന യോഹന്നാന്റെ സുവിശേഷം 3-14 വാക്യം ഉറക്കത്തിൽ പോലും നമുക്ക് പറയാൻ സാധിക്കുന്ന വചനമാണ്, തന്റെ ഏകനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനാണ് അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ ദൈവം അത്രയധികം സ്നേഹിച്ചു. You know that the key verse in the Bible is John 3:16, which says, God so loved the world that He sent His only Son, that whoever believes in Him shall not perish but have eternal life. ദൈവം നമ്മളെ സ്നേഹിച്ചു, ആദ്യം നമ്മളെ സ്നേഹിച്ച ദൈവമാണ്. So God is the one who loved us first. നമ്മൾ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, നമ്മൾ അറിയത്തില്ല, ദൈവത്തെ നമുക്ക് അറിയത്തില്ല, പക്ഷെ ദൈവം നമ്മളെ അറിഞ്ഞു, ദൈവം നമ്മളെ സ്നേഹിച്ചു. We did not know God, we did not love God. Before that itself, God loved us. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എന്ത് പാപത്തിനാണെങ്കിലും എന്ത് തരം സ്വഭാവത്തിനാണെങ്കിലും നിങ്ങളെ ദൈവം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. Whatever sin you are in or whatever character you have, God still loves you. Amen. അപ്പോൾ ക്രിസ്തു നമ്മൾ പാപികളായിരിക്കുമ്പോൾ സ്നേഹിച്ചു. So Christ died for us while we still sinners. Amen. അപ്പോൾ നമ്മൾ നന്നായിട്ട് നമ്മളെ സ്നേഹിക്കാൻ വേണ്ടി ദൈവം കാത്തിരുന്നു. ലോകം മുഴുവൻ നമ്മൾ നന്നായിട്ട് സ്നേഹിക്കാൻ, നമ്മളൊന്ന് ഒരു നല്ല മനുഷ്യനായിട്ട് സ്നേഹിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്നു. The world waits for us to be good so that they can love us. അപ്പോൾ നമ്മൾ പാപികളായിരിക്കുമ്പോൾ യേശു നമുക്ക് വേണ്ടി മരിച്ചു.
So while we were still ungodly, God died for us. അത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം അത് കാണിക്കുകയാണ്. That shows the depth of His love. It is demonstrated, it is പ്രദർശിപ്പിക്കുകയാണ്. That is expressed. ദൈവം ചെയ്തു കാണിച്ചു. He showed it to us. നമ്മൾ പലപ്പോഴും പറയാതെ അവനൊരു ആ വ്യക്തി ഒരു പാവം, അതുകൊണ്ട് നമുക്ക് അവനെ സ്നേഹിക്കാം. We say that person is a good person, so we can love him. പക്ഷെ ദൈവം അങ്ങനെയല്ല. ദൈവം പാപിയാണെങ്കിൽ ദൈവം സ്നേഹിച്ചുകൊണ്ടിരിക്കും. But God is not like that. Even if you are a sinner, God will still love you. ഹല്ലേലൂയ. അപ്പോൾ ചില കാര്യങ്ങളെ ദൈവം നമ്മുടെ ആ ദൈവ സ്നേഹത്തിലേക്കാണ് ദൈവം നമ്മളെ വലിച്ചടിപ്പിക്കുന്നത്. So God is drawing us to His love. എനിക്കറിയാം, പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ പലപ്പോഴും ദൈവ സ്നേഹത്തെ പറ്റി സംസാരിക്കാൻ നമ്മൾ അധികം കേൾക്കാറില്ല. You know that during these times you don't hear much about the love of പക്ഷെ God. ദൈവം ഉള്ളിൽ പ്രകാശിപ്പിച്ച ചില കാര്യങ്ങൾ ദൈവമക്കളുമായി പങ്കുവെച്ചിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ദൈവവുമായിട്ടുള്ള കൂട്ടുബന്ധത്തിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ ദൈവത്തിലേക്ക് കൂടുതൽ നമ്മൾ അടുക്കുവാനും ദൈവത്തിന്റെ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിന്റെ മേൽ വെളിപ്പെടുവാനും ദൈവം ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. And I believe that you will be drawn more to the love of God and His plan upon your life will be fulfilled. അപ്പോൾ യേശുവിനെ അറിഞ്ഞവരെ ദൈവം ദൈവമക്കളായി തെരഞ്ഞെടുത്തു. So those who knew God, He gave them the privilege to be called children of God. യേശുവിനെ അറിഞ്ഞ് യേശുവിനെ സ്വീകരിച്ചവരെ ദൈവമക്കളെ അധികാരത്തിലേക്ക് ദൈവം വിളിച്ചു ചേർത്തു. So those who received Jesus, to them He gave the right to be called children of God. അവരെ ദൈവ സഭയ്ക്കകത്താക്കി. And He made them a part of the church. ദൈവം നമ്മളെ അത്രയധികം സ്നേഹിച്ചു. So God loved us so much. അതുകൊണ്ട് ദൈവം എപ്പോഴും ആ ഒരു സ്നേഹം ദൈവം തിരികെ പ്രതീക്ഷിക്കുന്നുണ്ട്. So God wants us to reciprocate that love. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ So certain things in our life, സ്നേഹിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. God wants us to love. ചില കാര്യങ്ങൾ സ്നേഹിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. God wants us to love certain things. ചില കാര്യങ്ങൾ സ്നേഹിക്കാതിരിക്കാനും ദൈവം ആഗ്രഹിക്കുന്നു. God does not want us to love certain things. He wants us to love certain things and not to love certain things. അപ്പോൾ ദൈവം certain things God wants us to love, but certain things God does not want us to love. അപ്പോൾ നമ്മുടെ മക്കള് നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. That is how we do to our children. അപ്പോൾ ദൈവം നമ്മളെ ഈ loves us jealously, നമുക്കൊരു അല്ലെങ്കിൽ ഒരു മലയാളത്തിൽ അസൂയയോടെ അല്ലെങ്കിൽ അത്രയും ഒരു പൊസസീവ് ലവിലാണ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. So God loves us zealously. He loves us with a possessive love. ആമേൻ. അതിനൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണത്. That is a positive attitude. കാരണം നമ്മൾ നശിച്ചു പോകാനുള്ള ആഗ്രഹമുള്ള സ്നേഹമാണ്. Because He does not want us to be destroyed. അപ്പോൾ ദൈവസഭ, The Church of God, ദൈവവുമായിട്ടുള്ള ആ കൂട്ടുബന്ധത്തിൽ ഈ ദിവസങ്ങൾ വർദ്ധിച്ചു വരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. so God wants us to come into a deeper relationship with Him. അപ്പോൾ തന്നെ The same way, ദൈവമായിട്ടുള്ള കൂട്ടുബന്ധത്തിൽ നമ്മൾ ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു ദൈവിക സ്നേഹബന്ധത്തിലേക്ക് വരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു പൈശാചികമണ്ഡലം പ്രവർത്തിക്കുന്നുണ്ടല്ലോ. but there is also an evil power which does not want us to come to a deep relationship with the Lord. ഏദൻ പ്രദേശത്തിലേക്ക് മടങ്ങിപ്പോയാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. When we go back to the Garden of Eden, we can see ചില that. നൂറ്റാണ്ടുകളുടെ പിന്നിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ When we go back centuries, we can see that. അവിടെ ദൈവവുമായിട്ടുള്ള ആ ഏറ്റവും അടുത്ത കൂട്ടുബന്ധത്തിൽ ദൈവത്തെ എപ്പോഴും മുഖാമുഖം എന്ന പോലെ കണ്ടുകൊണ്ട് ദൈവവുമായിട്ടുള്ള ഏറ്റവും അടുത്ത സ്നേഹബന്ധത്തിൽ കഴിഞ്ഞ ഒരു കുടുംബമായിരുന്നു ആദാമും ഹവ്വയും. We know that Adam and Eve had a close love relationship with the Lord. പക്ഷേ അതിനിടയ്ക്ക് നമുക്കറിയാം സർപ്പ ഹവ്വായത്തെ ഉപായത്താൽ ചതിച്ചു. But we know that Satan tempted Eve through deceit. അപ്പോൾ ദൈവത്തോടുണ്ടായിരുന്ന ഏകാഗ്രമായ സ്നേഹം ഉണ്ടായിരുന്നു. ആ സ്നേഹം മാറി അവരിലേക്ക് തന്നെയുള്ള സ്നേഹം അവർക്ക് കടന്നു വന്നു, അതിനേക്കാൾ അധികമായി. So they had the devotion that they had for God that was changed into love of self. ദൈവം ഒരിക്കലും ഒരു സെക്കൻഡ് പ്ലേസ് എടുക്കത്തില്ല. God never takes a second place. ദൈവം എപ്പോഴും ഫസ്റ്റ് പ്ലേസ് എടുക്കും. He always wants the first place. അപ്പോൾ അവിടെ ആദാമിന്റെ ഹവ്വായുടെ ജീവിതത്തിലേക്ക് ശത്രുവായവൻ സർപ്പം കടന്നു വന്നു. We know that in the life of Adam and Eve, the serpent came. ഞാൻ അതിലേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല. I'm not going more into that. നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കൂടുതൽ കടന്നു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. Let us go deeper into our subject. അപ്പോൾ അതിനെപ്പറ്റി വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യൻസിന്റെ ലേഖനം അതിന്റെ 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. Paul talks about this in 2 Corinthians verse 11. ഇത് ദൈവസഭയും ദൈവവും ദൈവസഭയുമായി ക്രിസ്തുവും ദൈവസഭയുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. Shows the love between Christ and the church. അപ്പോൾ അവിടെ പറയുകയാണ്, അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ നിങ്ങളെ കുറിച്ച്, Paul is saying, കൊരിന്ത്യ സഭയെ പറ്റി അദ്ദേഹം പറയുകയാണ്, he's talking about the Corinthian church. ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. I am jealous for you with godly jealousy. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന്
I have betrothed you to one husband, നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ that I may present you as a chaste virgin to Christ. വിവാഹ നിശ്ചയം ചെയ്തു. I have betrothed you. അപ്പോൾ അതേപോലെ കൊരിന്ത്യർ സഭയെ ഞാൻ ഒരുപാട് ദൈവവചനത്തിൽ ദൈവിക സത്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് ദൈവവുമായിട്ടുള്ള കൂട്ടുബന്ധത്തിൽ അവരെ ഒരുപാട് അടുപ്പിച്ച ആ ആത്മീയ പിതാവായിരിക്കുന്ന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. So Paul was the spiritual father of the Corinthian church who had drawn the church to a greater, deeper relationship with the Lord. I fear lest somehow as the serpent deceived Eve by his craftiness. അവരെ ചതിച്ചതാണ്. The serpent deceived Eve. ഇംഗ്ലീഷിൽ ഒരു ഡിസെപ്ഷൻ ഉണ്ട് ഈ ലോകത്തിൽ. There is deception in this world. അതുകൊണ്ട് ദൈവമക്കളുടെ ആത്മീയ കണ്ണുകൾ ഈ ദിവസങ്ങൾ തുറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. So I pray that our spiritual eyes will be opened. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് കർത്താവിനോടുണ്ടായിരുന്ന പഴയ സ്നേഹം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ ആ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ പരിശുദ്ധാത്മാവ് ഞാൻ ഉപദേശിക്കുന്നു. So if we have lost our first love for the Lord, our devotion to the Lord, I ask you to come back to your first love and devotion. എന്ത് വിഷയമാണെങ്കിലും ഇന്ന് കർത്താവുമായിട്ടുള്ള കൂട്ടുബന്ധം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകരുത്. Whatever problem you face in your life, you should never go back on your love for the Lord. അപ്പോൾ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് Your mind should not be corrupted from the simplicity and devotion to Christ. ആമേൻ. അത് വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. Paul is saying, I fear lest your minds may be corrupted from the simplicity that is in Christ. അപ്പോൾ ശത്രുവിന്റെ പദ്ധതി ആ ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടുബന്ധത്തിൽ നിന്ന് നമ്മളെ അകറ്റുക എന്നുള്ളതാണ്. So the plan of the evil one is for us to be drawn away from the love towards Christ. അപ്പോൾ ഈ കർത്താവിൽ വീണ്ടും ജനിച്ച ദൈവമക്കളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ യേശുവുമായിട്ട് നിങ്ങൾക്ക് ഒരു കൂട്ടുബന്ധം ഉണ്ടായിരിക്കും. So those who are born again, you have a deep relationship with the Lord. അപ്പോൾ ദൈവമായിട്ട് ഒരു കൂട്ടുബന്ധത്തിൽ ഈ ദിവസം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഒരു യേശുവിനെ യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ യേശുവിനെ ഒരു രക്ഷിതാവായോ കർത്താവായിട്ടോ ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ, If anyone who's hearing me, you have not received Jesus into your life as your Lord and Savior, എന്ന് കർത്താവ് നിങ്ങളെ വിളിക്കുകയാണ്. Jesus is calling you. ആ ദൈവത്തെ ഒന്ന് അറിയുവാൻ. He's calling you to know Him. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹം എന്താണെന്ന് ഈ ലോകത്തിലെ പിതാവോ മാതാവോ നിങ്ങളെ സ്നേഹിച്ചിട്ടില്ലെങ്കിലും, Even if your father and your mother have not loved you, അവരുടെ സ്നേഹം നിങ്ങൾ അനുഭവിച്ചിട്ടില്ലെങ്കിലും, even if you have not experienced the love of a father or a mother, യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചാൽ, if you have really tasted the love of God, ആ എല്ലാ ശൂന്യതകളെയും ആ കുറവുകളെല്ലാം തീർക്കുന്നത് ആ ദൈവ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് വഴിഞ്ഞൊഴുകുമ്പോഴാണ്. it is when the love of God flows into us that all our emptiness becomes filled. ആ സ്നേഹം നമ്മൾ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ, The more we experience that love, മറ്റൊരു സ്നേഹത്തിന് വേണ്ടി നമ്മൾ ഓടത്തില്ല. then we will not go behind any other love. ഇത് പലരും സ്നേഹത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. Many are going after different types of love. പക്ഷേ കർത്താവിനെ യേശുവിനെ യഥാർത്ഥത്തിൽ അറിയാൻ തുടങ്ങിയ, But if we really know the Lord, ആ യേശുവിലൂടെ ദൈവത്തെ നമ്മൾ കൂടുതൽ സ്നേഹിച്ചുകൊണ്ടിരിക്കും. through Jesus we will love God more and more. അപ്പോൾ ഇന്ന് ദൈവം ആഗ്രഹിക്കുന്നു So what God wants us tonight, നമ്മളെ ഈ ലോകത്തിൽ ഒരു ആകർഷണ വലയമുണ്ട്. in this world there is a attractive force. അത് കാരണം യേശു പറയുന്നുണ്ട് എന്റെ പിതാവ് ആകർഷിക്കാതെ, Because Jesus said, unless the Father draws, എന്റെ അടുക്കൽ ആർക്കും കടന്നു വരുവാൻ സാധിക്കുകയില്ല. unless the Father draws, nobody can come to me. അതെ. അപ്പോൾ ഒരു ആകർഷണ വലയമാണ് ദൈവം പിതാവാം ദൈവം തന്റെ പുത്രനിലൂടെ നമ്മളെ ആകർഷിച്ച ആകർഷണം ദൈവത്തിന്റെ സ്നേഹമാണ്. So it is the love of God that is drawing us to Jesus Christ. അതൊരു കാന്തശക്തി പോലെയാണ്. It is like a magnetic power. ഒരിക്കലും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ദൈവത്തെ വന്ന് കാണുന്നതല്ല യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ദൈവസ്നേഹം നമ്മുടെ ഉള്ളിലെ ദൈവസ്നേഹം. So it is not just coming to God for our needs, that is the love of God. നമ്മുടെ ആവശ്യങ്ങൾ നടത്തിയിട്ട് ചിലതൊക്കെ പിടിച്ചു മേടിച്ചിട്ട് കർത്താവിന്റെ അടുക്കൽ നിന്ന് ഗുഡ് ബൈ, പിന്നെ അടുത്ത ആവശ്യം വരുമ്പോൾ തിരിച്ചു വരാമെന്ന് പറയുന്നതല്ല ദൈവവും ദൈവമക്കളുമായിട്ടുള്ള കൂട്ടുബന്ധം. So we come to God for our needs and we get the need and go back, then we come again for another need. That is not the real relationship with God. ഇന്നെപ്പോഴും ആ കർത്താവിനോട് അടുത്തിരിക്കുവാൻ അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള കൂട്ടുബന്ധത്തിലേക്ക് കടന്നു വരുവാൻ, But we always have to be close to the Lord, ഇവൻ ആ ദൈവസ്നേഹം രുചിച്ചറിയുവാൻ, to know the love of God more and ആ more, ദൈവ സാന്നിധ്യം രുചിച്ചറിഞ്ഞുകൊണ്ട് to experience the presence of the Lord more and more. ഈ ദിവസങ്ങൾ ദൈവിക പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ മേൽ വെളിപ്പെടുവാൻ The plan of God to be revealed in our life. ദൈവം ഇടയാകട്ടെ. May the Lord
make it happen. അപ്പൊ ചില കാര്യങ്ങൾ സ്നേഹിക്കരുതെന്ന് പറയുന്നത്, ചില കാര്യങ്ങൾ 3 കാര്യങ്ങൾ സ്നേഹിക്കരുതെന്ന് പറയുന്നുണ്ട്, മറ്റു 3 കാര്യങ്ങളും സ്നേഹിക്കുവാൻ ദൈവം പറയുന്നുണ്ട്. So there are 3 things that God says that we should love, and there are 3 things that God says we should not love. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാൻ ദൈവത്തിന് ആത്മാവ് സഹായിക്കട്ടെ. In a short time, may the Holy Spirit help me. അതെ, അപ്പൊ ഇതിൽ മാത്രം ഒതുങ്ങുന്നില്ല, ഇതിനപ്പുറത്ത് വേറെ കാര്യങ്ങളുണ്ട്. It's not only this, beyond that, there are other things. അപ്പോൾ പല കാര്യങ്ങൾ സ്തോത്രം, പക്ഷേ ഇന്ന് നമുക്ക് വെളിപ്പെട്ടിരിക്കുന്നത് ആണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. So what is revealed to us, that should we speak. അതെ, അപ്പോൾ സ്നേഹിക്കരുത് എന്ന് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. So the things that we should not love. അതിൽ ഒരു കാര്യം, one thing is 1 യോഹന്നാൻ ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ പറയുന്നു, 1 John 2 and verse 15. ലോകത്തെയും ലോകത്തിനുള്ളതിനെയും നിങ്ങൾ സ്നേഹിക്കരുത്. Do not love the world or the things of the world. അപ്പോൾ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, if anyone loves the world, പിതാവിന്റെ സ്നേഹം അവനില്ല. the love of the Father is not in him. അതുകൊണ്ട് തന്നെ യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിലുള്ളവരല്ല എന്ന് യേശു യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ തന്റെ ശിഷ്യന്മാരോട് യേശു ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമ്പോൾ പറയുന്നു. So Jesus, before he departed from this world, he told his disciples, you are not of this world. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, while we are living in this world, യേശു പറഞ്ഞു, യേശു മഹാപുരോഹിത പ്രാർത്ഥന അവസാനമായിട്ട് തന്റെ ശിഷ്യന്മാർ, നമ്മളിപ്പോൾ ആയിരിക്കുന്ന വരാനിരിക്കുന്ന ആടുകളായിരിക്കുന്ന ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. In John 17, while Jesus praying the high priestly prayer, he was praying for his disciples and for those who are going to be his disciples in future. അപ്പോൾ അതിന്റെ 15-ാം വാക്യത്തിൽ 17-15 പറയുന്നു, in John 17:15, അവരെ ലോകത്തിൽ നിന്നും എടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. I do not ask that you take them out of the world. അവരെ ലോകത്തിൽ നിന്നും, നമുക്ക് ഈ ഭൂമിയിൽ നിന്നും നമുക്ക് ആർക്കും സെപ്പറേറ്റ് ഒരു സന്യാസ ജീവിതം കഴിക്കുവാൻ പലർക്കും സാധിക്കത്തില്ല. We cannot live a solitary life away from this world. പക്ഷേ യേശു പറഞ്ഞ ലോകത്തിൽ ജീവിക്കുമ്പോൾ അതിനകത്ത് ഉണ്ടായിരിക്കുന്ന പലതരത്തിൽ ആകർഷണം, പല സ്ട്രിങ്സ് നമ്മളെ ഇങ്ങനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. So while we are in this world, there are many things that is pulling, attractions of the world that is pulling us away from God. അതിൽ ഞാൻ അതിനൊരു സ്ട്രിങ് അല്ലെങ്കിൽ ഒരു കയറ് കെട്ടിയിട്ട് ഒരാളെ പല സ്ഥലത്തേക്ക് വലിക്കുന്നത് പോലുള്ള ഒരു അനുഭവത്തിലായിരിക്കാം ചില വ്യക്തികൾ. It is like many things are pulling you from many directions. അപ്പോൾ അതിനകത്ത് ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടായിരുന്നു. For each person it is different. The strength is different. അതിനകത്ത് നമ്മളെ വലിക്കുന്ന, നമ്മളെ ആകർഷിക്കുന്ന ഒരു വലയമാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വലയം. And God, the love of God is one force that is drawing us. ആ വലയം അല്ലെങ്കിൽ അതിന്റെ ആ മാഗ്നറ്റിക് അട്രാക്ഷൻ, ആ ഒരു കാന്തശക്തി പോലുള്ള ആ ദൈവിക സ്നേഹം അല്ലെങ്കിൽ അത് എത്ര അധികം ശക്തമാണ്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ എത്ര ശക്തമാണ്, അതിനനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാൻ സാധിക്കത്തുള്ളൂ. So how much of a strong that attractive power of God that is drawing us towards God, how strong it is depends on that shows how much we draw towards God. അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ മറ്റു ചില ചുറ്റുമുള്ള ചിലത് നിങ്ങളെ എപ്പോഴും പിന്തിരിപ്പിക്കുന്ന ചില മണ്ഡലങ്ങൾ ഈ ലോകത്തിൽ നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഉണ്ട്. So while we are in this world where there are many pleasures, many attractions that pull us away from that love of God. താഴെ നിന്ന് ആകർഷണമുണ്ട്. There is a power that draws us down. അത് ഭൂമിയുടെ ആകർഷണ വലയമാണ് അല്ലെങ്കിൽ കാന്തവലയമാണ്. ഭൂമിയെ ഒരാൾക്ക് മുകളിലോട്ട് പോയാൽ പന്ത് താഴോട്ട് വന്നാലേ പറ്റത്തുള്ളൂ. You know that the gravitational force, when we throw something up, it goes down. That is the gravitational force that pulls everything down. ചന്ദ്രനിൽ പോയാൽ നമുക്കറിയാം എന്തെങ്കിലും ഒളിഞ്ഞാൽ പോകും. We know when we go to the moon, if we throw something, it will go up, it will come down. അതുകൊണ്ട് ഈ ഭൂമി അവകാശം, ഭൂമി നമ്മളെ ഒരുപക്ഷെ അവകാശം പറഞ്ഞു വെച്ചിരിക്കുകയായിരിക്കും എന്ന് വേറെ രീതിയിൽ ചിന്തിക്കുന്നു. I believe that the world is holding us down. അപ്പോൾ ചുറ്റുപാടുകളിൽ നമ്മളെ വലിക്കുന്ന ശക്തികളുണ്ട്. So all around us there are forces that is trying to pull us. ഇതൊന്നും നമുക്ക് കാണുവാൻ സാധിക്കത്തില്ല. Nothing is visible before us. അതിന് നമ്മളൊരു നദിയിൽ നമ്മൾ മുങ്ങുന്ന പോലെയാണ്. It is like we are drowning in a river. നമുക്ക് എത്രമാത്രം ശക്തിയുണ്ടോ അതിനനുസരിച്ചായിരിക്കും നമുക്കെതിരെ വരുന്ന ഒഴുക്കിനെതിരെ നമ്മൾ നീന്തുന്നത്. How much of a strong you are, that shows how much you go against the current. അപ്പോൾ അതുകൊണ്ട് ഈ ലോകത്തിൻ്റെതായ മോണികൾ, ഈ ലോകത്തിൻ്റെതായ നമ്മളെ പിന്നിലേക്ക് പിടിക്കുക, നമ്മളെ ദൈവ സ്നേഹത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന ലോകത്തിൻ്റെതായ അനുമതിയായിട്ടുള്ള ലോകത്തിന്റെ സുഖങ്ങൾ. So the pleasures and attractions of this world that draws away from the love of God. ഞാൻ എന്തൊക്കെയാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, അല്ലേ?
I think I don't have to specify what it is. ശിംശോൻ വീണുപോയത് അതുകൊണ്ടാണല്ലോ. Samson fell because of that. ദേമാസ് ദൈവസന്നിധിയിൽ നിന്ന് അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നിന്ന് പുറകോട്ട് മാറിയത് ആ ലോകത്തെ സ്നേഹിച്ചിട്ട് ദേമാസ് പോയി എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. Paul says that Demas loved the world and forsook Paul. അപ്പോൾ ഈ ദിവസങ്ങളിൽ ആ ദൈവത്തോടുള്ള സ്നേഹം നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നുവെങ്കിൽ, So if our love for the Lord goes stronger in our life, അതിനോടുള്ള ആകർഷണം വരെ എത്രയധികം കുറയുന്നു, so how much ever that attraction becomes less, അതിനനുസരിച്ച് മാത്രമേ നമ്മുടെ ഉള്ളിലേക്ക് ദൈവസ്നേഹം നിറയുകയുള്ളൂ. so how much ever the attractions for the world becomes less, so much more that the love of God comes to fill us. അതുകൊണ്ടാണ് ഉത്തമഗീതം. That is why in Song of Songs, ഞാൻ ഈ വിഷയത്തിൽ അധികം നിൽക്കുവാൻ ആഗ്രഹിക്കുന്നത്, പെട്ടെന്ന് ചുരുക്കമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. just go and want to point out certain things in brief and go forward. അതിനകത്ത് ഉത്തമഗീതം 1:3 Song of Solomon 1 verse 3. അവിടെ നമുക്കറിയാം ശൂലേങ്കാരി, We know that the Shulamite girl, അവള് തന്റെ ഇടയൻ തന്റെ പ്രിയതമന് വേണ്ടി കാത്തിരിക്കുകയാണ്. she's waiting for a beloved. അത് ആ ഒരു ഗീതത്തിൽ അത് ദൈവസഭയും ക്രിസ്തു യേശുവിന്റെ വരവിനെയും സൂചിപ്പിക്കുന്നതാണ് എന്ന് പറയപ്പെടുന്നു. It is said that it talks about the church and Christ. അവിടെ ശൂലേങ്കാരി പറയുന്ന ഒരു കാര്യമുണ്ട്. Here the Shulamite girl is saying, 3-ാം വാക്യത്തിൽ പറയുന്നു, in 3rd verse, നിന്റെ തൈലം സൗരഭ്യമാണ്. because of the fragrance of your good ointments. ആ തൈലം ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ മേലും എന്റെ മേലും ഇരിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകമാണ്. I believe that fragrance is the anointing that is upon me and upon you. ഈ ലോകത്തില് നിങ്ങൾ തലയിൽ ഒഴിക്കുന്ന അല്ലെങ്കിൽ ശരീരത്തിൽ അടിക്കുന്ന ഒരു തൈലോ ഒരു പെർഫ്യൂമോ അല്ല, അത് ദൈവം നിങ്ങളുടെ തലമേൽ നമ്മുടെ ജീവിതത്തിന് മേൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകമാണ്. It is not the fragrance or the perfume that we spray upon our body, but it is the സ്തോത്രം. പാർട്ടിയെക്കാളും അല്ലെങ്കിൽ ഒരു ഡിസ്കോത്തീക്കിനെക്കാളും more than any party or discotheque. ഈ ലോകം നമുക്ക് എന്തെല്ലാം ഗ്ലാമർ തരുന്നുണ്ട്, ഹോളിവുഡോ അല്ലെങ്കിൽ എന്തുമാകട്ടെ, The cinemas or the Hollywood or Bollywood, whatever gives us pleasure in this world. നമ്മുടെ ജഡത്തെ സന്തോഷിപ്പിക്കുന്ന നമുക്ക് സുഖം തരുന്നതുമായ അനേക അനുഭവങ്ങൾ ഒരുപക്ഷെ ഈ ഭൂമിയിൽ നമുക്ക് കിട്ടിയേക്കാം. We might get many things of pleasure from this world. അത് വിട്ടു അത് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതൽ കടന്നു വരുമ്പോൾ, but when the love of God comes into us, നമ്മുടെ ഉള്ളിൽ അതിനോടുള്ള സ്നേഹം ആരും പറഞ്ഞ് എടുത്തു മാറ്റേണ്ട കാര്യമില്ല. യേശുവിന്റെ സ്നേഹം, ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് എത്രയധികം പകരപ്പെടുന്നുവോ അതിനനുസരിച്ച് അതിനോടുള്ള താല്പര്യങ്ങൾ, അതിനുള്ള സ്നേഹമെല്ലാം മാറുന്നു. the more the love of God is poured out into us, our attractions for the world, our love for the pleasures of the world will lose interest. അതുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നാൽ, if we keep on having a relationship with that, പ്രത്യേകിച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല സീരിയലുകൾ, ഇന്റർനെറ്റിലുള്ള പല കാര്യങ്ങളും നമ്മളെ അതിലേക്ക് എപ്പോഴും ആകർഷിച്ചുകൊണ്ടിരിക്കും. especially the series and the things on the internet will draw us more and more into it. ജനമോഹം, കൺമോഹം, ജീവിതത്തിന്റെ പ്രതാപം, lust of the eyes, lust of the flesh, pride of life, ഇത് ലോകത്തിലുള്ളത്, and the things in the world, ഇങ്ങനെ ലോകത്തിലുള്ളത് the things in the world, എല്ലാം പിതാവിൽ നിന്നല്ല, everything is not from the Father. ഇത് ലോകത്തിൽ നിന്ന് തന്നെയാണ്. 1 യോഹന്നാൻ ലേഖനം 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം പറയുന്നു. 1 John 2:16 says that all this is not from the Father, it is from the world. അതുകൊണ്ട് യാക്കോബ് അപ്പോസ്തലൻ വളരെ കർക്കശമായിട്ട്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞ ബ്ലണ്ട് ആയിട്ട് പറയുക. So James is saying very bluntly, അവിടെ 4-5 വാക്യം വായിക്കാം. James 4 verse 5 and 6. വ്യഭിചാരിണികളായുള്ളവരെ, adulterers and adulteresses, ലോകസ്നേഹം ദൈവത്തോടുള്ള ശത്രുതമാകുന്നു. love of the world is enmity with God. ആകെ ലോകത്തിന് സ്നേഹിതനാകുവാൻ ആഗ്രഹിക്കുന്നവൻ, if anyone wants to be a friend of the world, അവൻ ദൈവത്തിന്റെ ശത്രുവായി നോർമലായി നാച്ചുറലി മാറുന്നു. he becomes an enemy of God. അതുകൊണ്ട് ലോകത്തെയും ലോകത്തിനുള്ളിൽ സ്നേഹിക്കരുത്. Therefore do not love the world or the things of the world. ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ പിതാവിന്റെ സ്നേഹം നമ്മൾ നഷ്ടപ്പെട്ടു പോകും. If we love the world, we will lose the love of the Father. ഏതെങ്കിലും വ്യക്തികളെ വെറുക്കാനല്ല ഞാൻ പറയുന്നത്. I'm not telling you that you should hate anyone. സ്തോത്രം. അതിനപ്പുറത്ത് നമ്മളും ദൈവവുമായിട്ടുള്ള കൂട്ടുബന്ധത്തിൽ, it shows a relationship with the Lord. ഈവൻ അതിന് അപ്പുറമായി ഇത് നമ്മളെ പിന്നോട്ട് പിടിക്കുന്നുണ്ടെങ്കിൽ, അത് നമ്മളെ ജീവിതത്തിൽ നിന്ന് അകറ്റുന്ന ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ മേലുണ്ടെങ്കിൽ, so there is anything that is pulling you away from the love of God, അത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നില്ല. it doesn't happen in a day. ഞാൻ പലരുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. I've seen it in many people's lives. ശിംശോൻ വീണുപോയ ഒരു ദിവസം കൊണ്ടല്ല.
Samson didn't fall in a single day. പലരും വീണു പോയത് പതുക്കെ പതുക്കെയായിരുന്നു. Many had a gradual fall. അപ്പോൾ അത് നമ്മളെ പതുക്കെ പതുക്കെ വലിച്ചേ കൊണ്ടുപോകും. So it slowly draws you away from God. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ അടുക്കിലേക്ക് ദൈവ സാന്നിധ്യത്തിലേക്ക് അടുത്തു വരാൻ തയ്യാറാകുമ്പോൾ So when we draw more and more into the presence of the Lord, ആമേൻ, അത് പലപ്പോഴും നമ്മൾ ആ ദൈവ സ്നേഹം നമ്മളിലേക്ക് ഉള്ളിൽ നിറയാൻ തുടങ്ങും. when our hearts are filled with the love of God, പരിശുദ്ധാത്മാവിനെ നമ്മൾ പലപ്പോഴും ലോകത്തുള്ള പല കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ലോകത്തിന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് പലപ്പോഴും വേദനിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. when we go after the pleasures of the world, we know that the Holy Spirit inside of us is grieving. അപ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളവർക്ക് അത് മനസ്സിലാവും. Those who have the Holy Spirit can know this. ഞാൻ ഒരു എക്സാമ്പിളോട് പറഞ്ഞിട്ട് ഞാൻ അതിൽ നിന്ന് മടങ്ങി വരാം. I want to tell you an example. ഞാൻ ഇതിനകത്ത് ഒരുപാട് ഇൻവോൾവ് ആയിരുന്ന വ്യക്തിയായിരുന്നു. I was a person who was involved in such things. ഒരുപാട് ഫാഷൻ അല്ലെങ്കിൽ ഏറ്റവും നല്ല മേൽത്തരമായ വസ്ത്രം ഉടുക്കുവാനൊക്കെ വലിയ താല്പര്യമുള്ള വ്യക്തിയായിരുന്നു. I like to dress fashionably. ഞാൻ ഈ വിശ്വാസത്തിലേക്ക് കടന്നതിന് ശേഷം ഞാൻ ന്യൂസ് പേപ്പർ എന്നും വായിക്കുന്ന കൂട്ടത്തിലാണ്. After I came to faith also, I used to read the newspaper. ഗൾഫ് ന്യൂസ് വായിക്കുന്നവർക്ക് അതിനകത്ത് ഒരു ടാബ്ലോയിഡ് ഉണ്ട്. When you read Gulf News, there is a paper called tabloid. അപ്പോൾ ഞാൻ എന്നും ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ ടാബ്ലോയിഡ് എടുത്ത് വായിക്കും. First, when I get the newspaper, I read the tabloid. അതിനകത്ത് ബോളിവുഡ് ഹോളിവുഡ് എല്ലാം അതിനകത്താണ്. Everything of Bollywood and Hollywood is inside that. ചില വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം പറഞ്ഞു. Not now, but years before. ഞാൻ വിശ്വാസി വന്ന സമയങ്ങളിൽ when I came to faith, പക്ഷെ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഇത് ഞാൻ ഇതിൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പെട്ടെന്ന് ഉള്ളിലൊരു ബോധ്യം ദൈവം തന്നു. So while I was doing like this, the Holy Spirit convicted me. എനിക്ക് ഈ ന്യൂസ് പേപ്പറിലെ ന്യൂസിനേക്കാളും സ്നേഹം ഇതിനോടാണ്. The more than the news of this newspaper, I was more interested in this. അതുകൊണ്ടാണ് ഞാൻ ആദ്യം അത് പഠിച്ചിട്ട് ഇതിൽ നിന്ന് മാറ്റി വെച്ചത്. That is why I took the tabloid first before the main newspaper. മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. I think you can understand what I'm saying. അപ്പോൾ ഞാനത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ So while I started praying, ഇന്ന് അത് വായിക്കാൻ എനിക്ക് നാച്ചുറൽ ആരും എന്നോട് പറയണ്ട, അതിനകത്ത് എനിക്ക് വലിയ താല്പര്യം തോന്നാൻ ഞാൻ നോക്കാറുണ്ട്, പക്ഷെ അതെനിക്ക് അതിന് അഡിക്ഷൻ അല്ല. So but now I started praying about it, but now it's no longer addiction. I read it, but നമ്മൾ ദൈവവുമായിട്ട് ബന്ധിക്കപ്പെട്ടാൽ, if you are bound with the Lord, ഈ ലോകത്തിൽ ഒന്നിനും നമ്മളെ ബന്ധിക്കാൻ പറ്റത്തില്ല. nothing in this world can bind you. ഏതെങ്കിലും ബന്ധനം ഉണ്ടെങ്കിൽ, there is any bondage like that, നമ്മൾ പോലും അറിയത്തില്ല. ഈജിപ്തിൽ നിന്ന് പുറത്തു വന്ന ജനം ഉണ്ടായിരുന്നെങ്കിൽ ഈജിപ്ത് അകത്ത് കിടപ്പുണ്ടായിരുന്നു. the people who came out of Egypt did not know that Egypt was inside of them. അതുകൊണ്ടാണ് മരുഭൂമിയിൽ വീണുപോയത്. That is why they fell in the wilderness. അതാ വിഷയം നിൽക്കട്ടെ. ഹല്ലേലൂയ. നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് വരാം. Let's come to the next topic. ആമേൻ. 1 തിമോഥെയോസിന്റെ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം. 1 Timothy 6 and verse 10. അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, Word of God says, ദ്രവ്യാഗ്രഹം സകല ദോഷത്തിനും മൂലമല്ലോ. the love of money is the root of all evil. അപ്പോൾ ഇത് കാംക്ഷിച്ച് വിശ്വാസം വിട്ടുയർന്ന ബഹുദുഃഖങ്ങൾക്ക് അധീനരായിരിക്കുന്നു. Many who have had the love of money, they have gone into much sorrow. അല്ലേ? അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ച ഒരു കാര്യമാണ്. This we had gone through before. പക്ഷേ the love of money is the root cause of all evil. The love of money is the root of all evil. അപ്പോൾ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, Some person said, money is not the root cause of, money is a cause of evil. Money is the cause of evil. എല്ലാ ഈവിലിന്റെ റൂട്ട് കോസ് മണിയാണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ പണത്തോടുള്ള അമിതമായ സ്നേഹം പലപ്പോഴും നമ്മളെ വീഴ്ത്തിക്കളയാം. The love of money can make us fall. One of the root cause. ഒന്നാമത്തെ കാരണം നമ്മൾ വീണു പോകാൻ ചാൻസ് ഉള്ള ഒരു കാരണമാണ്. So that is one cause which might make us fall. അപ്പോൾ മോശയെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ, When we study about Moses, മോശയുടെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം, മോശ ഏറ്റവും ഉന്നതമായ ഏറ്റവും 7 സ്റ്റാർ, ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഏറ്റവും 7 സ്റ്റാർ ഹോട്ടലിലോ അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ അല്ലെങ്കിൽ ഒരു പട്ട് പരവതാനി വിരിച്ച രാജ അരമനകളിൽ വസിക്കുന്നവരോ അല്ലെങ്കിൽ ഒരു ബില്യണേഴ്സ് താമസിക്കുന്നവരോ താമസിച്ച ഒരു വ്യക്തിയാണ് മോശ അന്നത്തെ കാലഘട്ടത്തിൽ. so we know that Moses in those times lived in a palace much like the luxury of a 7-star hotel. പക്ഷേ എബ്രായർക്കാർക്ക് ലേഖനം 14-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം പറയുന്നു, Hebrews 11:17 says ഇസ്രായേലിലെ നിക്ഷേപങ്ങളെക്കാളും that more than the pleasures of Egypt, ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് മോശ എണ്ണി. he considered the reproach of Christ greater riches than the treasures in Egypt. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ നിക്ഷേപങ്ങളെ സ്നേഹിച്ചില്ല എന്ന് പറഞ്ഞിട്ടില്ല. He does not say that he did not love the treasures in ദൈവം നമുക്ക് Egypt. സുഖ സൗകര്യങ്ങൾ തരുന്നുണ്ടെങ്കിൽ അത് അനുഭവിക്കാനുള്ളതാണ്.
So if God has given us comfort, it is good to experience it. പക്ഷെ മോശയുടെ ജീവിതത്തിൽ അത് യേശുവുമായിട്ടുള്ള കൂട്ടുബന്ധം തടസ്സമായപ്പോൾ മോശ അത് ഇട്ടിട്ട് പോയി. But when in Moses' life, when it was hindering his relationship with God, he forsook it. ഇന്ന് ദൈവവുമായിട്ടുള്ള കൂട്ടുബന്ധത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് തടസ്സമുണ്ടെങ്കിൽ, So in our relationship with the Lord, whatever is hindering you, അത് വിടാതെ അതിൽ നിങ്ങൾ പിന്തുടരുന്നുണ്ടെങ്കിൽ, without leaving it, if you are pursuing it, അത് നമ്മുടെ യജമാനായിരിക്കും. that will become our master. അപ്പോൾ പണം ഒരിക്കലും നമ്മുടെ യജമാനായിരിക്കരുത്. So the money should never become our master. നമ്മൾ പണത്തിന്റെ അല്ലെങ്കിൽ you have to be the master of wealth. The money should not become our master. We should master money. ഹല്ലേലൂയ. അപ്പോൾ യേശു ധനവാൻ ഈ സ്വർഗ്ഗത്തിൽ പോകുന്നതിനെ പറ്റി നമ്മൾ പലരും പറയുന്ന കാര്യമാണ്. When we hear the story about the rich man going to heaven, ഒട്ടകം സൂചിക്കൂടെ കൂടെ പോകുന്നത് പോലെയാണല്ലോ. it is like a camel going through the eye of a needle. എന്നാൽ യേശുക്രിസ്തു വ്യക്തമായി പറയുന്ന ഒരു ഭാഗം കൂടെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. There is something that Jesus talks about. ഈ വചന സത്യം എന്താണെന്ന് പറയാൻ വേണ്ടി ഞാൻ ഇതിന്റെ പല ഭാഗങ്ങളിലൂടെ കടന്നു വരുന്നത്. I just want to reveal the truth. കാരണം വചനമായിട്ടുള്ള വചന സത്യമാണ് നമുക്ക് യഥാർത്ഥത്തിൽ തിരിച്ചറിയേണ്ടത്. It is the truth of the word of God that should be revealed to us. സത്യമാണ്, നമ്മൾ സത്യം അറിയുകയും ആ സത്യമാണ് നമ്മളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നത്. It is when we know the truth, it is that truth that will set us free. അപ്പോൾ സത്യമാണ് നമ്മളെ വിടുവിക്കുന്നത്. It is truth that will set us free. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ പറയുന്നു. Luke 12 verse 15 says, അവരോട് സകല ദ്രവ്യാഗ്രഹവും, he says, beware of covetousness. അവിടെ പറയുന്ന ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും, If anyone is by having riches, അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവനാധാരമായിരിക്കുന്നത്. it is take heed and beware of covetousness, for one's life does not consist in the abundance of things he possesses. അവന്റെ ജീവിതത്തിന്റെ വാല്യൂ അല്ലെങ്കിൽ അവൻ സക്സസ്ഫുൾ ആണോ എന്ന് കാണിക്കുന്നതോ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ അവൻ വിലയേറിയവനാണോ എന്ന് കാണിക്കുന്നത് അവന്റെ ആ പറഞ്ഞിരിക്കുന്ന വ്യക്തിയുടെ സമ്പത്തോ ബാങ്ക് ബാലൻസോ അവന്റെ പദവിയോ അല്ല. ദൈവസന്നിധിയിൽ It is not the abundance of things that a person possesses that shows how great he is. ആമേൻ. അവിടെ ദൈവ വിഷയമായി സമ്പന്നനാകുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. God wants us to be rich towards things of God. ഞാൻ പറഞ്ഞത് ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. I believe you can understand what I'm trying to say. അപ്പോൾ നമ്മൾ ആത്മീയമായിട്ടും സമ്പന്നനാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. So God wants us to become spiritually rich. അപ്പോൾ എങ്ങനെയെങ്കിലും 10 കാശ് ഉണ്ടാക്കണം, കൗന്ത വീണ കാപ്പണം എന്ന് പറഞ്ഞ പോലെ എങ്ങനെയെങ്കിലും ഒരാൾക്ക് ഒരു പണത്തോട് അല്ലെങ്കിൽ താല്പര്യം സ്നേഹം വരുവാൻ അവർ പണക്കാരനാണെന്നില്ല. So if a person has to be rich, has to have the love of money, he does not have to be a rich person. ഹല്ലേലൂയ. അവരുടെ ഹൃദയത്തിൽ പണത്തോടുള്ള ആർത്തിയും അവരുടെ അതിനോടുള്ള സ്നേഹവും ഉണ്ടായാൽ മതിയല്ലോ. If they have a greed for money in their heart, that is enough. ആമേൻ. അപ്പോൾ 1 തിമോഥെയോസ് 4:9 പറയുന്നു, 1 Timothy 6:9 says, ധനികനാകാൻ ആഗ്രഹിക്കുന്നവൻ those who desire to be rich, പരീക്ഷയിലും കെണിയിലും കുടുങ്ങുന്നു. they fall into a snare. മനുഷ്യർ സംഹാര നാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടയാകുന്നു. And they drown in many lusts. പല മോഹങ്ങൾക്കും ഇരയായി തീരുന്നു. And they fall into destructive lusts. അപ്പോൾ ദൈവ ആലോചനയില്ലാതെ നമ്മൾ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ പോയി കരം വെച്ചാൽ പലപ്പോഴും നമുക്ക് പലർക്കും വീണ് പോകും നമുക്ക് കാണുവാൻ സാധിക്കും. So without the counsel of God, if we do anything to attain money, they might be the reason for their fall. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പലരും സമ്പത്ത് ഉണ്ടാക്കുവാൻ വേണ്ടി Many people to try to gain wealth, പല വിധങ്ങളിലുള്ള മാർഗങ്ങൾ സ്വീകരിച്ച് they try many means. സ്വന്തം കുടുംബത്തെയും തന്റെ പ്രിയപ്പെട്ടവരെയും പോലും മറന്ന് They forget their own family. ദൈവത്തിന് സമയം കൊടുക്കുവാൻ കഴിയാതെ, Without spending time with God, വിഷയത്തിൽ സമ്പന്നനാകാതെ, without becoming spiritually rich. അങ്ങനെയുള്ളവരെ പറ്റിയാണ് ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. It is talking about such people. അപ്പോൾ ദൈവമാണ് ഒരുവൻ സമ്പന്നനാകണോ വേണ്ട തീരുമാനിക്കുന്നത്. It is God who decides whether a person should be rich or not. ദൈവം നിങ്ങൾ സമ്പന്നനാകാൻ തീരുമാനിച്ചാൽ നിങ്ങൾ അങ്ങനെ ആകട്ടെ, എനിക്ക് വിരോധമില്ല. God wants you to be rich. I'm happy for you. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. May God bless you. ദൈവരാജ്യത്തിന് വേണ്ടി കൂടെ ദൈവ വിഷയത്തിന് സമ്പന്നനാകുക, ദൈവരാജ്യത്തിൽ വേണ്ടിയും നിങ്ങൾ ചെയ്യുവാൻ തയ്യാറാകുക. You should also be spiritually rich and you should also give for the kingdom of God. ഹല്ലേലൂയ. അപ്പോൾ 1 തിമോഥെയോസ് 6:6 പറയുന്നു, 1 Timothy 6:6 says, അലംഭാവത്തോടുകൂടിയ ദൈവഭക്തി godliness with contentment വലിയ ആദായമാകുന്നു. is great gain. സ്തോത്രം. അപ്പോൾ അത് പെട്ടെന്ന് ഞാൻ പറയാം.
to say it fast. രണ്ട് കാര്യങ്ങളുണ്ട്. There are two things. മലയാളത്തിൽ അലംഭാവം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് സംതൃപ്തി എന്നാണെങ്കിൽ കുറച്ച് അലംഭാവം എന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥമുള്ള മലയാളത്തിൽ വരാം. അപ്പോൾ സംതൃപ്തിയോട് കൂടിയ ദൈവഭക്തി വലിയ ആദായമാകുന്നു. Godliness with contentment is great. ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ കിടക്കാനും സ്ഥലമുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷമുള്ളവരായിരിക്കും. If you have food and clothing and place of shelter, you should be happy. അപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ In a person's life, ഒരുപാട് സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തി, if a person wants to become rich, അവർക്ക് ദൈവഭക്തി ഇല്ലാതെ then they become ungodly. അവർ നേടുന്നതിലൊന്നും അവർക്ക് സംതൃപ്തി ഇല്ലാതെ വീണ്ടും വീണ്ടും നേടണമെന്ന ഒറ്റ ചിന്തയുള്ളെങ്കിൽ, if they are not happy with what they have, they want to attain more and more. അങ്ങനെയുള്ള വലിയ കെണിയിൽ പോയി പെട്ടെന്നിരിക്കും. They might go and fall into many ആ snares. സ്നേഹം നിങ്ങളെ ദൈവത്തിൽ നിന്ന് മാറ്റും. That love of money will take you away from the love of അത് God. നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റും. That will take you away from the love of God. ആ ശത്രുവിന്റെ കരങ്ങളിൽ നമ്മൾ പോയി പെട്ടുപോയേക്കാം. We might fall into the hand of the enemy. അപ്പോൾ ഒരു വ്യക്തി ഇങ്ങനെയാണ് പറഞ്ഞത്, ഇംഗ്ലീഷിൽ പറയാം. One person spoke like this. Those who desire to be rich without godliness, there are two types of people who are rich. There are ചിലർ സമ്പത്ത് without godliness and contentment. അവർക്ക് ദൈവഭക്തിയും ഇല്ല, ജീവിതത്തിൽ ഒരിക്കലും സംതൃപ്തിയില്ല. അങ്ങനെയുള്ള ചില വ്യക്തികളുണ്ട്. There are some people who try to be rich without godliness and contentment. പക്ഷെ മറ്റുള്ളവര് they have godliness and contentment. എന്ന് പറഞ്ഞാൽ അവർക്ക് ദൈവഭക്തിയും ദൈവവുമായിട്ട് കൂട്ടുബന്ധവുമുണ്ട്. അവരുടെ ജീവിതം എപ്പോഴും സംതൃപ്തിയുള്ള ജീവിതമായിട്ടും അവരുടെ ജീവിതങ്ങൾ എപ്പോഴും അവരുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമായിരിക്കും. So there are other people who have godliness and contentment and they will have a blessed life. അപ്പോൾ ഈ സംതൃപ്തിയും ഈ godlinessഉം contentmentഉം ഇല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ഒരു ശൂന്യത വരും. If they don't have a contentment, there will be an emptiness. അവിടെ ആ ശൂന്യതയെ നിറയ്ക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം മാത്രമേ ഉള്ളൂ. Only God can fill that emptiness. അത് വീണ്ടും വീണ്ടും ഇതിനകത്ത് കൂടുതൽ അവർക്ക് സ്നേഹം വരും. അത് കൂടുതൽ നേടുവാനുള്ള താല്പര്യത്തിൽ അവർ അതിന് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കും. And they will try to fill that with the love of the money. അപ്പോൾ ആ കൃഷ്ണ വലയത്തിലേക്ക് ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ കടന്നു പോകരുത് എന്നാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നത്. Word of God says that children of God should not fall into that trap. ഹല്ലേലൂയ. അതിനകത്ത് ഈ ഗോഡ്ലിനെസ്സിനെ പറ്റിയുള്ള ഒരു അർത്ഥം പറഞ്ഞിരിക്കുന്നത്, Godliness, the meaning of that is the desire for God's character to be formed inside us, in us through Christ. we should have godly character through Christ. ദൈവത്തിൻ്റെതായ ദൈവിക സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഫോം ചെയ്യുവാനുള്ള ആഗ്രഹമാണ് ഗോഡ്ലിനെസ്. It is a desire to have the godly character. ഹല്ലേലൂയ. Hallelujah. കണ്ടന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫേം അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് പാസിംഗ് പ്ലഷേഴ്സ് അല്ല. ഈ കിട്ടുന്നതൊക്കെ ഒരു ദിവസം പോകും, ഞാൻ ആ മണ്ണോട് മണ്ണ് ചേരും, എനിക്ക് നിത്യത ഉണ്ടെന്നുള്ള ഉറപ്പും വിശ്വാസവും അറിവും ദൈവത്തിന്റെ ജ്ഞാനവും അകത്ത് പ്രാപിച്ച ദൈവമക്കള് അവർക്ക് സംതൃപ്തി ഉണ്ടായിരിക്കും. So if you know that all that we possess in this world will not last, it will go away, then we will be surely be സ്വർഗ്ഗത്തിൽ content. നല്ല നിക്ഷേപങ്ങളെ കരുതി വെക്കുക. And we should store up riches in heaven. പറയാൻ എളുപ്പമാണെന്ന് എനിക്കറിയാം. No, it is easy to say such things, പക്ഷെ ഇത് സാധ്യമാണ്. but it is possible. കർത്താവിനിടയ്ക്ക് അടുത്ത് വാ. Draw close to God. finds a friend, finds a treasure. ഒരു നല്ല സുഹൃത്തിനെ നിങ്ങൾ കണ്ടെത്തുന്നവൻ ഒരു നിക്ഷേപം കണ്ടെത്തുന്നു, ഒരു നിധി കണ്ടെത്തുന്നു. സ്തോത്രം. ആ നല്ല കൂട്ടുകാരൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. Jesus is a friend. If you find a friend, you find a treasure, and Jesus is that treasure. ഇല്ലെങ്കിൽ നിങ്ങൾ എന്നും ഓടിക്കൊണ്ടിരിക്കും. Otherwise, you will keep on going after other pleasures. ഓട്ടം അവസാനിക്കും, നിങ്ങളുടെ ജീവിതം അവസാനിക്കുമ്പോൾ നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കും. Till the end of your life, you will keep running. യഥാർത്ഥ സമാധാന സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുകയില്ല. You will not enjoy real peace and happiness. അത് ഈ കണ്ടന്റ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നതിനകത്ത് ദൈവത്തിന്റെ ഹിതത്തിന് കീഴ്പ്പെടുന്നവരെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. The contentment shows about people who submit to the will of God. അപ്പോൾ ദൈവം നമുക്ക് എത്ര സമ്പത്ത് തരാൻ ആഗ്രഹിക്കുന്നത് അത് മതി എന്ന് പറയുന്നവരാണ് ദൈവത്തിന്റെ ഹിതത്തിന് കീഴിലായിരിക്കുന്നത്. So whatever wealth or riches God gives me, that is enough. If a person says that, then he is surely content. നമ്മൾ പറഞ്ഞല്ലോ, ഇന്ന് എന്തെല്ലാം അനേകർക്ക് കിട്ടാത്ത ഭാഗ്യങ്ങൾ ദൈവം നമുക്ക് ജീവിതത്തിൽ ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമുക്ക് ഭക്ഷിപ്പാൻ ആഹാരം തന്നിട്ടുണ്ടെങ്കിൽ, കിടക്കുവാൻ ആ പാർപ്പിടം തന്നിട്ടുണ്ടെങ്കിൽ, നമുക്ക് സ്നേഹിക്കുവാൻ നമുക്ക് പ്രിയപ്പെട്ടവരെ തന്നിട്ടുണ്ടെങ്കിൽ, ദൈവസഭയെ തന്നിട്ടുണ്ടെങ്കിൽ, അതോർത്ത് ദൈവത്തിന്റെ ഹിതമോർത്ത് ആ നന്മയെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. So if God has given food, clothing, shelter, and good people around us, let us be thankful for that. അപ്പൊ രണ്ട് കാര്യങ്ങൾ ദൈവം സ്നേഹിക്കരുതെന്ന് പറഞ്ഞു. So there are two things that God wants us that we should not മറന്നു love. പോകരുത്. We should not forget it. ഒരുപക്ഷെ ഇങ്ങനെ ഒരു വചനം ഇനി പറയാൻ പറ്റുമെന്ന് എനിക്കില്ല. I will not be able to say such a word again. ഇത് ഓൾറെഡി അറിയാമെങ്കിൽ ദൈവത്തിന് സ്തോത്രം. If
you already know it, thank God for that. അല്ലെങ്കിൽ അതല്ലെങ്കിൽ ഇത് മറഞ്ഞെടുക്കുന്ന ഒരു മണ്ഡലമാണ്. If it is not revealed to you, let it be revealed to ഇത് you. വ്യക്തമായി മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് ഈ ദിവസങ്ങൾ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ മേൽ വെളിപ്പെടും. If you clearly understand this, the work of God will be revealed in your life. അപ്പോൾ മറ്റൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. Another thing it says, 2 തിമോത്തിയോസ് 2 Timothy, അതിന്റെ 3-ാം അധ്യായം 3rd chapter, അതിന് 1-2 വാക്യങ്ങൾ 1 and 2. അന്ത്യകാലത്തെ പറ്റി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. It talks about the last days. അന്ത്യകാലത്ത് ദുർഘട നിമിഷങ്ങൾ വരും. അന്ത്യകാലത്ത് ദുർഘട നിമിഷങ്ങൾ. ഇപ്പൊ ദുർഘടത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. In the last days, perilous times will come. അവിടെ പറയുന്ന ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ മാത്രം ആഗ്രഹിക്കുന്നു. I just want to point out one thing. അന്ത്യകാലത്ത് ഭൂകമ്പം ഉണ്ടാകും, യുദ്ധം ഉണ്ടാകും, ക്ഷാമം ഉണ്ടാകും, മഹാമാരികൾ ഉണ്ടാകും, ഇതൊക്കെ ഉണ്ടാകും. So in the end times there will be earthquakes, famines, wars, all this will happen. ഒരുപാട് കാര്യങ്ങൾ നടക്കും. All these things should happen. പക്ഷെ നടക്കാൻ പോകുന്ന ഒരു കാര്യം കൂടെ ഇവിടെ എഴുതിയിട്ടുണ്ട്. സപ്പോസിന്റെ ദൈവം കൊടുത്ത വെളിപ്പാടാണ് ഞാൻ വിശ്വസിക്കുന്നത്. This is revealed to Paul. മനുഷ്യർ സ്വസ്നേഹികളായിരിക്കും. Men will be lovers of themselves. ലവോസ് അവരെ തന്നെ സ്നേഹിക്കുന്നവരായിരിക്കും. They will love themselves. ഇന്ന് പലരും നമുക്കറിയാം, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കഴിഞ്ഞ 40 വർഷത്തിന് മുമ്പ് 25 വർഷത്തിന് മുമ്പ് ജീവിതം കണ്ടവരാണെങ്കിൽ അവർക്കറിയാം അന്നുണ്ടായിരുന്ന ആ സ്നേഹബന്ധവും കൂട്ടുബന്ധവും അന്നുണ്ടായിരുന്ന പോലെ ഇന്നില്ല എന്ന് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. If we go back 25 years before, people of those times say that nowadays the love is decreasing among people. സ്തോത്രം. ദൈവസ്നേഹം ഇല്ലാത്തവരെ പറ്റിയാണ് പറയുന്നത്. Talks about people who don't have the love of God. പുറമേയുള്ള പ്രകടനങ്ങളാണ് കൂടുതൽ. It is only show that is outside. പക്ഷേ അവിടെ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ദ്രവ്യാഗ്രഹികൾ. It says those who are greedy for money, വമ്പ് പറയുന്നവർ, boasters, അഹങ്കാരികൾ, proud, ദൂഷകന്മാർ, blasphemers, അമ്മയെ അനുസരിക്കാത്തവർ, disobedient to parents, നന്ദി കെട്ടവർ, unthankful, അശുദ്ധന്മാർ, unholy, വാത്സല്യമില്ലാത്തവർ, unloving, ഇണങ്ങാത്തവർ, unforgiving, ദേഷ്ണിക്കാർ, slanderers, ജിതേന്ദ്രിയർ, without ഉഗ്രന്മാർ, self-control, brutal, സൽഗുണദോഷികൾ. despisers of good. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കൂട്ടം ജനം ഉണ്ടാകും. So such kind of people will be there in the last times. ഇതെല്ലാം സ്വസ്നേഹത്തിൽ നിന്ന് വരുന്നതാണ്. നമുക്ക് താഴോട്ട് വായി ഈ സ്വസ്നേഹത്തിൽ വരുന്ന സ്വഭാവമാണ് ഈ പാഴ് പറഞ്ഞിരിക്കുന്ന മുഴുവൻ. So all these come from the love of self. അപ്പോൾ നമ്മളോടുള്ള സ്നേഹം, So when I love for self, എന്റെ കുടുംബം, ഞാൻ എന്റെ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്നവർ, so those who think only about themselves, പുറമേ പല കാര്യങ്ങളും കാണിച്ചെങ്കിലും even though they show many things outside, പക്ഷെ അവരുടെ ഉള്ളിൽ എപ്പോഴും അവരെ പറ്റിയുള്ള ചിന്തയും അല്ലെങ്കിൽ അവരോടുള്ള സ്നേഹമായിരിക്കും വലുത്. so every time they will have love for themselves and they only think of themselves. അത് വളരെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. That is something dangerous. സ്തോത്രം. അത് വരുന്നത് അന്ത്യകാലത്ത് അതുണ്ടാകുമെന്ന് ദൈവത്തിന് വചനം പറയുന്നു. Word of God says that in the last days it will be seen. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 22:15. Ezekiel 22:15. അവിടെ ലൂസിഫറിന്റെ സ്വഭാവമായിരുന്നു. That was the character of Lucifer. അതുകൊണ്ട് അന്തിക്രിസ്തുവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. 1 യോഹന്നാൻ ലേഖനത്തിന്റെ 2 അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. We know about the character of Antichrist. അത് ആ ഒരു തലത്തിൽ ഉള്ള ഒരു സ്വാധീന വലയമാണത്. That is an influence that is seen there. ഇന്ന് നമുക്കറിയാം, എവിടെ നോക്കിയാലും സെൽഫി ആണ് മുഴുവൻ. സെൽഫി. We know wherever we go we see selfie. അല്ലെങ്കിൽ എവിടെ നോക്കിയാലും സെൽഫി നോക്കുന്നവരെ നമുക്കിപ്പോൾ കൂടുതൽ കാണാൻ സാധിക്കും. You see people who take selfies more often. അത് തന്നെ ഒരു സ്വസ്നേഹത്തിന്റെ ഒരു ലക്ഷണമാണല്ലോ. That is a sign of love of എത്ര self. സെൽഫി എടുത്താലും മതി വരാത്തവരുണ്ട്. There are people who take selfies and they're never satisfied. നിങ്ങൾ എന്തെല്ലാം ചെയ്താലും നിങ്ങൾ ആരാണോ അതുപോലെ ഇരിക്കത്തുള്ളൂ. Whatever you do, the way you look, it will remain that way. അല്പ സ്വല്പമൊക്കെ മാറ്റം വരുത്താമെന്നുള്ളൂ. We can only make little changes here and there. അപ്പൊ ഈ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 22:15. Ezekiel 22 verse 28:15. 28:15. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കാണുന്നത് വരെ നീ നടപ്പിൽ നിഷ്കളങ്കൻ. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കിരൂബായിരുന്നു ലൂസിഫർ. Lucifer was a very beautiful angel. അപ്പൊ അവൻ വീണു പോകാനുള്ള കാര്യങ്ങളായിരുന്നു. The reason that he fell, നിന്റെ സൗന്ദര്യ നിമിത്തം നിന്റെ ഗർവം ഉണ്ടായി. your heart was lifted up because of your beauty. നിന്റെ ഗ്ലോറി, നിന്റെ പ്രഭ നിമിത്തം Because of your നിന്റെ beauty, ജ്ഞാനത്തെ വഷളാക്കി. corrupted your wisdom. അതുകൊണ്ട് ദൈവം നിന്നെ തള്ളിയിട്ടു. I cast you to the ground. അല്ലെങ്കിൽ അവന്റെ സൗന്ദര്യത്തിലും അവന്റെ ബുദ്ധിയിലും അവന്റെ ശക്തിയിലും അവന്റെ പൊസിഷനിലും അല്ലെങ്കിൽ അവനാ ദൈവത്തിന് അടുത്ത്, ദൈവം കഴിഞ്ഞാൽ അടുത്തിരിക്കുന്ന ആ ഒരു സ്ഥാനത്തെ കണ്ട് അതിൽ ഒരു നിമിഷം മനസ്സ് ഒന്ന് ഗർവിച്ചു.
His heart was lifted up because of his beauty and his wisdom and his greatness. അല്ലെങ്കിൽ അവിടെ ഞാൻ എന്ന പദം വന്നുകൊണ്ടാണല്ലോ വീണ് പോയത്. It is because he said I that he fell. സ്തോത്രം. യേശയ്യാപ്രവാചകൻ പുസ്തകം 4:12. Isaiah. ഞാൻ ഈ സെൽഫിയെ പറ്റി പറയുന്നത് മാത്രം ഞാൻ പറയണം. 14:12. അവിടെ ദൈവത്തിന്റെ വചനം പറയുന്ന അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ നിലത്ത് വീണു? അപ്പോൾ എങ്ങനെയാണ് വീണത്? How you have fallen from heaven, O Lucifer, son of the morning, how you are cut down to the ground. ഒരു മനുഷ്യൻ പറഞ്ഞു, if you are an I person, തന്നിൽ തന്നെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും entry to heaven, there is no entry for you to heaven. So if you are always an I person, you will not have an entry to heaven. ഞാൻ പറഞ്ഞല്ല, ഞാൻ വേറെ കോട്ടിങ് എടുത്ത് പറഞ്ഞാണ്. I quoted from someone else. So അപ്പോൾ സ്വന്തം സൗന്ദര്യത്തിൽ ആകൃഷ്ടനായിട്ട് ദൈവത്തോടുള്ള ആ ദൈവത്തിന്റെ മഹത്വം തിരിച്ചറിയാൻ സാധിക്കാതെ സ്വയത്തിൽ ആശ്രയിക്കുവാൻ തുടങ്ങി. സ്വയത്തിന്റെ തന്നിലുണ്ടായിരുന്ന ആ സൗന്ദര്യത്തിലും തന്റെ ശക്തിയിലും സ്തോത്രം അവൻ ആകൃഷ്ടനായി അതിനെ ആരാധിക്കാൻ തുടങ്ങി. He started worshipping himself, his own beauty and his strength and his wisdom. അപ്പോൾ അതുകൊണ്ട് പറയുന്നു, his name was changed. Hallelujah. അവന്റെ പേര് മാറി. Amen. അപ്പൊ ലൂസിഫർ മോർണിംഗ് സ്റ്റാർ എന്ന പേര്, അത് മാറ്റി അവന് സേറ്റൻ എന്നുള്ള പേര് കൊടുത്തു. So his name was originally Morning Star and God changed his name to Satan. അതിന്റെ അർത്ഥം അഡ്വേഴ്സറി. Satan means adversary. 5 പ്രാവശ്യം ഞാൻ എന്ന് പറഞ്ഞു. He said 5 times I will. ഞാൻ സ്വർഗ്ഗത്തിൽ കയറി, ഞാൻ ദൈവത്തിന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. He said, I will ascend into heaven, I will exalt my throne, I will sit on the mount of the congregation, I will ascend above, I will be like the Most High. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ വർമ്മത്തിൽ ഞാൻ ഇരുന്നള്ളും. ഞാൻ മേഘോ ഉന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. He said in his heart 5 times I will. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ നമ്മുടെ എപ്പോഴും മനുഷ്യനെപ്പോഴും നമുക്ക് നമ്മളിലേക്ക് തന്നെ മറ്റുള്ള ആകർഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. The nature of people is to attract others to themselves. നമ്മളെവിടെ പോയാൽ നമ്മളെല്ലാവരും കാണണം, നമ്മളെല്ലാവരും. അതുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പോയാൽ നമ്മളെ എത്ര ലൈക്ക് ഉണ്ടെന്ന്, എത്ര പ്രാവശ്യം എത്ര പേര് ലൈക്ക് അടിച്ചെന്നനുസരിച്ചാണ് നമ്മുടെ അന്നത്തെ ദിവസത്തെ സന്തോഷം തന്നെ. So when you go to social media, how much ever likes you get, that will make your day. അന്ന് അതില്ലെങ്കിൽ പിന്നെ അന്ന് ദുഃഖമാണ്. If you don't get likes, then that day will be sad. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു മാരകമായ ഒരു വലിയ ഒരു ആകർഷണ വലയമാണ്. There is an attractive force that is behind all this. അപ്പോൾ ഞാൻ ഇതിനെ തിരിച്ചറിവിലേക്ക് മാത്രം ഞാൻ പറയുകയാണ്. I'm just revealing it to you. ഹല്ലേലൂയ. അപ്പോൾ ഈ സ്തോത്രം, അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. We can clearly know such people. അവരെപ്പോഴും അവരിൽ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്നു. Their lives be centered around themselves. ജസ്റ്റ് ഞാൻ ഒന്നും എക്സാമ്പിൾ പറഞ്ഞിട്ട് നമുക്ക് ഈ വർഷത്തിൽ നിന്ന് തുടങ്ങി തരാം. Just give you a few examples. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് അറിയാം. Those who use social media. ചില ഫോട്ടോകൾ ഇട്ടുകൊണ്ടേയിരിക്കും. Many people will keep changing their photos. അവര് വേറെ ആരുടെയും കാര്യങ്ങൾക്ക് അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല. They have no interest for other people's things. അവരുടെ മക്കള് അവരുടെ പ്രിയപ്പെട്ട അവർ ഓരോ ദിവസം ചെയ്ത കാര്യങ്ങളുടെ ഫോട്ടോയും കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. They keep changing, putting photos of their own things that they do, their family, their children, etc. അപ്പോൾ ഇത് നമ്മളെ ദൈവത്തിന് അകറ്റുന്ന ഡിസെപ്ഷൻ ആണ് ഞാൻ പറഞ്ഞു വരുന്നത്. I'm just trying to say that this is a deception. ഇതിന്റെ കാരണം എന്താണ് ഞാൻ മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. I will tell you the reason for that. അല്ലെങ്കിൽ ചിലരുണ്ട് നമ്മുടെ അടുത്ത് വന്ന് പറയും, അവരുടെ വിഷയങ്ങളെ അവരുടെ പ്രശ്നങ്ങൾ പറയും, പക്ഷേ നമുക്കൊരു വിഷയമുണ്ടോ നമുക്ക് ചോദിക്കാൻ യാതൊരു താല്പര്യം കാണുന്നില്ല. There are some people who come to us and tell all their problems that they don't care whether you have an issue. ഞാൻ ഈ പ്രത്യേകിച്ച് മിനിസ്ട്രിയിലായതുകൊണ്ട് എനിക്കറിയാം നമ്മുടെ വിഷയങ്ങൾ പലരും പറയും, പക്ഷെ പലർക്കും അവരുടെ വിഷയങ്ങൾ പറയാനല്ലാതെ ഈ പറയുന്ന കേൾക്കുന്ന വ്യക്തിക്ക് ഒരു വിഷയമുണ്ടോ എന്ന് കേൾക്കാൻ അവർക്ക് താല്പര്യം കാണുന്നില്ല. Many people just come and tell all the problems that they don't care to find out if the person whom they are talking to have any problem. എല്ലാവരുടെ വിഷയങ്ങളെക്കാളും എൻ്റെ ജീവിതത്തിലെ പ്രശ്നമാണ് ഏറ്റവും വലുത്. They think that their problem is the greatest. എന്നാൽ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് അവരെക്കാളും 10 ഇരട്ടി വിഷയത്തിൽ നിൽക്കുന്നവരായിരിക്കും. But the person who's hearing might be having 10 times more of the problems. അവർ പറയും, മകനെ സഹോദരി ഭയപ്പെടേണ്ട, കർത്താവ് കൂടെ ഉണ്ട്, കർത്താവ് ആശ്വസിക്കുകയും നീ കൂടി ഞാൻ പ്രാർത്ഥിച്ചോളാം.
He will tell them, he will comfort them and say, it's okay brother, everything will be okay, God is with you. ഹല്ലേലൂയ. ചിലരാണെങ്കിൽ എൻ്റെ മിനിസ്ട്രി, എൻ്റെ എനിക്ക് ദൈവം തന്നിരിക്കുന്ന താലന്തുകൾ, എനിക്ക് തന്നിരിക്കുന്ന കൃപാവരങ്ങൾ, ഞാൻ എന്തെല്ലാം ദൈവത്തിന് വേണ്ടി ചെയ്തു, ദൈവം എന്തെല്ലാം വാഗ്ദത്തങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പം ഞാനാണ് ഇതിനകത്തൊക്കെ ഈ കിടന്ന് ഇതിനകത്തെല്ലാം ഇതിലായിരിക്കുന്നത്. എപ്പോഴും നമ്മൾ അവരിൽ തന്നെയായിരിക്കും അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. So they will be always centered upon themselves, their ministry, their things. അപ്പോൾ ഈ ദിവസങ്ങളിൽ അത് വിട്ട് നമുക്ക് മറ്റുള്ളവരെ കൂടി ചിന്തിക്കാം. So let us leave our own self and think about others. നമ്മളെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ ദൈവത്തിന്റെ വചനം പറയുന്നു. The word of God says that we should love others as we love ourselves. ഹല്ലേലൂയ. അപ്പോൾ അതറിയാതെ ഇരിക്കുന്ന ആരെങ്കിലും കൊണ്ട് അവർക്ക് ഒരു അവബോധത്തിന് വേണ്ടി മാത്രം ഞാൻ പറയുകയാണ്. Anyone does not know about it, it is just to bring it to your അപ്പോൾ realization. ഈ മൂന്ന് മണ്ഡലത്തിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കാൻ നല്ലതാണ്. So it is good to be alert in these three areas. നമ്മളെ വെറും ആവിയാണ്, നമ്മളെ വെറും ഒരു കാറ്റടിച്ചാൽ പോകുന്ന പൂവിന്റെ പൂ പോലെയുള്ള ഒരു മാത്രമേ ദൈവത്തിന് വചനം നമ്മളോട് പറയുന്നുണ്ട്. The word of God says that we are only like a flower which fades away. അപ്പോൾ നമ്മൾ ദൈവഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കുന്നു. He who does the will of God endures forever. അപ്പോൾ നമ്മൾ എന്തിനെ സ്നേഹിക്കണമെന്ന് ചോദിച്ചാൽ, So what we should love, കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, Jesus said, നിങ്ങൾ സ്നേഹിക്കേണ്ടത് what you should love, എന്റെ പിതാവിനെ നിങ്ങൾ സ്നേഹിക്കണം. you should love the Father. ആരോ വന്ന് യേശുവിന്റെ അടുക്കൽ ചോദിച്ചു. One person came and asked Jesus. ഒരു ഫരിസേയൻ വന്ന് യേശുവിനോട് ചോദിച്ചു. One Pharisee came and asked Jesus. ന്യായശാസ്ത്രി വന്നിട്ട് ചോദിച്ചു. One scribe came and asked him. ലൂക്കോസിന്റെ സുവിശേഷം 10:25. Luke 10 verse 25. ആമേൻ. ഞാൻ നിത്യജീവൻ അവകാശമാക്കുവാൻ എന്ത് ചെയ്യണം? What should I do to have eternal life? അവനെ പരീക്ഷിച്ചു ചോദിച്ചു. He was trying to test him. യേശുക്രിസ്തുവിനെ പരീക്ഷിച്ചു. He tested Jesus. ദൈവത്തെ പരീക്ഷിക്കുന്നവരുണ്ട്. There are people who test God. അപ്പോൾ യേശു പറഞ്ഞ ഉത്തരം വളരെ സിമ്പിൾ ആയിരുന്നു. Jesus said one thing and answered very simple. നിന്റെ ദൈവമായ കർത്താവിനെ You should love the Lord your God. നീ പകുതി ഹൃദയത്തോടെ Half-heartedly. എന്നല്ല പറഞ്ഞിരിക്കുന്നത്. He did not tell him you should love him half-heartedly. നിന്റെ ദൈവമായ യഹോവേ You should love the Lord your God പൂർണ്ണ ഹൃദയത്തോടെ, with all your heart, നിന്റെ പൂർണ്ണ ആത്മാവോടെ, with all your soul, നിന്റെ പൂർണ്ണ ശക്തിയോടെ, with all your strength, നിന്റെ പൂർണ്ണ മനസ്സോടെ with all your നീ mind. സ്നേഹിക്കണം. You should love എന്നും and നിന്റെ കൂട്ടുകാരനെ and your neighbor. നിന്നെ സ്നേഹിക്കുന്ന പോലെ നീ അവനെ സ്നേഹിക്കണം. You should love your neighbor as yourself. നിനക്കുണ്ടാകുന്ന വൈകാരികമായ, നമുക്കുണ്ടാകുന്ന വേദന, നമുക്കുണ്ടാകുന്ന നിരാശ, നമുക്കുണ്ടാകുന്ന ആഗ്രഹങ്ങൾ നമ്മളെ പോലെ തന്നെ നമ്മുടെ അടുത്തിരിക്കുന്ന വ്യക്തിക്കും ഉണ്ടെന്ന് തിരിച്ചറിയുക. So we should know our same desires, our pains that our neighbor is also having. അപ്പോൾ നമുക്ക് നമ്മളെ പോലെ തന്നെ, നമ്മളെങ്ങനെ നമ്മൾ സ്നേഹിക്കുന്നു അതുപോലെ തന്നെ അയൽക്കാരനെയും അടുത്തിരിക്കുന്ന വ്യക്തിയെയും സ്നേഹിക്കുന്നതാണ് ഈ ദൈവവചനത്തിനകത്തെ സ്റ്റാൻഡേർഡ് ഓഫ് ലവ്. So when we love our neighbor as we love ourselves, that is the standard of love according to God's word. നിന്റെ പകുതിയെങ്കിലും സ്നേഹിച്ചാൽ മതി. At least half of how you love yourself, you should love your neighbor. ഹല്ലേലൂയ. എന്നിട്ട് വേണം നമുക്ക് ബാക്കി സ്നേഹിക്കാൻ. അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെ സാധിക്കുമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ ദൈവം കർത്താവ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് ദൈവം യേശു പോകത്തില്ല. So God has told us something, He will not just tell us and go. പക്ഷെ അത് ചെയ്യുവാനുള്ള കൃപയുടെ ദൈവം നമുക്ക് തരും. He will give us the grace to obey it. അപ്പൊ നിത്യജീവൻ അവകാശമായി തീരണമെങ്കിൽ, So if we should possess eternal life, നമ്മൾ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നവരായിരിക്കണം. we should love God with all our heart. അപ്പോൾ ദൈവത്തെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ സ്നേഹിക്കാൻ? Has anyone seen God? കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കും? How can we love God whom we have not പഴയ seen? നിയമത്തിൽ ദൈവത്തെ മനുഷ്യന് ഭയമായിരുന്നു. In the Old Testament, people were afraid of God. അപ്പോൾ കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കുന്നു? How can we love God whom we have not seen? എന്നാൽ ദൈവം നമ്മുടെ മധ്യേ ജീവിക്കുന്നു. But God lives among us. യോഹന്നാന്റെ സുവിശേഷം 1:1 പറയുന്നു. John 1:1 says. യോഹന്നാന്റെ സുവിശേഷം തുടങ്ങുന്നത് അങ്ങനെയാണ്. John's Gospel starts that. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. In the beginning was Word. വചനം ദൈവത്തോട് കൂടെയായിരുന്നു. And the Word was with God. വചനം ദൈവമായിരുന്നു. And the Word was God. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം, This Bible, ഈ ദൈവത്തിന്റെ വചനം, this Word of God, ഇതിനകത്ത് എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനം, this Word of God which is written, ഈ വചനം ദൈവം തന്നെയായിരുന്നു. that was God Himself. അത് ദൈവം തന്നെയാണ്. That is God ആ Himself. വചനം ജഡമായി തീർന്നു. That Word became flesh. ദൈവം നമ്മളോട് ഇന്ന് സംസാരിക്കുന്നത്, What God is speaking to us, ആ വചനം നമ്മൾ
അറിയുമ്പോൾ നമ്മൾ ദൈവത്തെ അറിയുകയാണ്. When we know the word, we know God. ഹല്ലേലൂയ. ദൈവത്തെ അറിയണമെങ്കിൽ ദൈവത്തിന്റെ വചനം അറിയണം. If we have to know God, we should know His word. ആ ദൈവ വചനത്തെ സ്നേഹിക്കണം. We should love God's word. ആമേൻ. അത് അറിയുക മനസ്സിലാക്കുക മാത്രമല്ല അത് കൽപ്പനകൾ പ്രമാണിക്കാൻ കൂടി തയ്യാറാകണം. Not only should we know the word, but we should be willing to obey the word. 1 യോഹന്നാൻ 2:4 പറയുന്നു, 1 John 2:4 says, അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും, if you say that you love Him, ആമേൻ, അവനെ എല്ലാവർക്കും ദൈവത്തെ ഭയങ്കര സ്നേഹമാണല്ലോ. everyone loves God. അല്ലെങ്കിൽ ഏത് ജാതിയിൽ ഏത് മതത്തിൽപ്പെട്ടവർക്കും ഏറ്റവും ഇഷ്ടം ദൈവത്തെയാണ്. In every religion they love God. ദൈവത്തിന് വേണ്ടി മരിക്കാൻ പോലും അവർ തയ്യാറാണ്. They are even willing to lay down their life for പക്ഷേ God. ദൈവത്തിന്റെ വചനം പറയുന്നു, But the word of God is saying, ദൈവത്തെ നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ. if you know God, പഴയ നിയമത്തിൽ മനുഷ്യർ ദൈവത്തിന് അടുക്കാൻ ഭയമായിരുന്നു. in the Old Testament people were afraid to come near God. ദൈവത്തെ കണ്ടില്ല, ദൈവത്തിന്റെ മഹത്വം അവർ കണ്ണാൽ കണ്ടതാണ്. They didn't see God, they saw the glory of God. അവൻ ദൈവത്തിന്റെ സ്വന്തം, പക്ഷെ ദൈവ സാന്നിധ്യമോ ദൈവത്തിന്റെ സ്നേഹമോ അവർക്ക് പലപ്പോഴും അനുഭവിക്കാൻ പറ്റിയില്ല. But they could not experience the love or the presence of God. അത് തിരിച്ചറിഞ്ഞ ദൈവം പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ In the New Testament, when they came to experience that, അവരുടെ മധ്യേ വചനം ജഡമായി വെളിപ്പെട്ടു. the word became flesh. ഹല്ലേലൂയ. അത് നമ്മുടെ സർവശക്തനായ ദൈവത്തിന്റെ പുത്രൻ യേശു ക്രിസ്തുവാണ്. That is Jesus Christ, the Son of God. പിതാവിന്റെ സ്നേഹം പഴയ നിയമത്തിൽ കാണുമ്പോൾ അമ്മയുടെ സ്നേഹത്തോടെ കടന്നു വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. In the Old Testament, we see the Father's love. In the New Testament, we see God's love as a mother's love. നാം ദൈവത്തെ സ്നേഹിക്കാൻ കൽപ്പനകളെ അനുസരിച്ച് നടക്കുമ്പോൾ, When we love God and we obey His commandments, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു അതിനാൽ നമുക്കറിയാം. then we know that we love others. അപ്പോൾ ദൈവത്തിന് വചനം പറയുന്നു, So the word of God says, അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. His commandments are not burdensome. അത് ചെയ്യുവാനുള്ള കൃപയോ ദൈവം തരും. He will give us the grace to obey it. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ So if we love God, ദൈവത്തെ വചനം നമ്മൾ ഈ ദിവസങ്ങൾ അറിയുവാനൊരു താല്പര്യമാണ് കേട്ടോ. we should have a desire to know His word. അതുകൊണ്ട് അഭിഷക്തനായ ദാവീദ് പറയുന്നു, So that is why David the anointed ഈ ദൈവ വചനത്തിന് വേണ്ടി ഒരു ദാഹം, അങ്ങനെ ആ കഥാ ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാടുകളിൽ കിട്ടിയപ്പോൾ when he got the revelation of the word, അവൻ രാത്രി മുഴുവൻ ഇരുന്ന് വചനം ധ്യാനിക്കുന്ന ദാവീദിനെ പോലെ, like David who meditated on the word of God day and night, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചുള്ള സന്തോഷം അദ്ദേഹത്തിന്റെ ഹൃദയത്തിനകത്ത് വന്നു. he says that he got more joy in his heart than when grain and wine increased. ഈ ദിവസങ്ങളിൽ ഈ ദൈവവചനം അറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ പണിയുവാൻ തയ്യാറാണെങ്കിൽ, So if we are willing to obey the word of God, അത് അറിയുവാൻ, അത് സ്നേഹിച്ചുകൊണ്ട് അതിനെ നമ്മുടെ ജീവിതങ്ങൾ അതിനനുസരിച്ച് ക്രമീകരിക്കാൻ തയ്യാറാകുമ്പോൾ, so when you are willing to obey the word and to conduct our life according to the word of God, നമ്മൾ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. that means you have started loving God. ഈ വചനത്തിനകത്ത് കേൾക്കാനും ഇത് അറിയുവാനും താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. So if you don't have the desire to read the word and to know what God says, I doubt if you really know God. ആകാശത്തിലിരിക്കുന്ന ഏതൊരു ദൈവമുണ്ടെന്നും ആ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നെന്നും വ്യക്തമായി നിങ്ങൾ ചിന്തിക്കുന്നു, അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നില്ല എന്നാണ് ദൈവത്തിന് വചനം അനുസരിച്ച്. So if you know that there is a God in heaven and you don't know His word, യേശുവിന്റെ ദൈവത്തെ സ്നേഹിക്കുക പൂർണ്ണ ഹൃദയത്തിൽ, നിന്റെ കൂട്ടുകാരെ അതുപോലെ സ്നേഹിക്കുക. you should love the Lord with all your heart and you should love your brother. അപ്പോൾ ഒന്ന് സ്നേഹിക്കണം, ഒന്ന് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക. So first thing is we should love God with all our heart. ഞാനിത് തൊട്ടു പോകുന്നുള്ളൂ, ഓരോ ആ മണ്ഡലത്തിൽ തൊട്ട് ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. Amen. രണ്ടാമത് പറഞ്ഞു, നിങ്ങൾ നിന്റെ കൂട്ടുകാരൻ, നിന്റെ അയൽക്കാരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്തിരിക്കുന്ന എല്ലാ അയൽക്കാരാണ്. We should love our neighbor. അപ്പോൾ കർത്താവ് ചോദിക്കുന്നു, അപ്പോൾ ആ ശാസ്ത്രി ചോദിക്കുന്നുണ്ട്, നീ അയൽക്കാരൻ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. So that person is asking, who's my neighbor? ഹല്ലേലൂയ. അവൻ പറഞ്ഞു കൂട്ടുകാരൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ നല്ല ശമരിയക്കാരന്റെ കഥ പറയുന്നുണ്ട്. Then Jesus tells the parable of the Good Samaritan. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ, So when Jesus left this world, യോഹന്നാന്റെ സുവിശേഷം 13:34 പറയുന്നു, John 13 verse 34 says, യേശുവിന് മനസ്സിലായി ദൈവസഭ നിലനിൽക്കണമെങ്കിൽ, Jesus knew if the church had to remain, ദൈവത്തിന്റെ പദ്ധതി ഈ ലോകത്തിൽ ഭൂമുഖത്ത് വെളിപ്പെടണമെങ്കിൽ, if His purpose had to be fulfilled on this earth, നിങ്ങൾ തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ടായിരിക്കണം. you should have an attraction for each other. നിങ്ങൾ തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടായിരിക്കണം. You should have a bond for each other. അത് ദൈവ സ്നേഹത്തിൽ പണിതെടുക്കപ്പെട്ട, ദൈവ സ്നേഹത്തിൽ വലിച്ചടിപ്പിക്കപ്പെടുന്ന ഒരു കൂട്ടായ്മയാണ് ദൈവസഭ. The church is the place where we love one another. എവിടെയെങ്കിലും ലോകത്ത് സ്നേഹം ഒരിടത്തും കിട്ടിയില്ലെങ്കിലും കിട്ടേണ്ട സ്ഥലമായിരിക്കണം ദൈവത്തിന്റെ സഭ.
If we don't get the love, we get love from the world, we should get true love from the church. ആ ദൈവ സ്നേഹം അനുഭവിക്കുവാൻ To experience the love of God, നമുക്ക് പോകുവാൻ കഴിയുന്ന സ്ഥലമാണെങ്കിൽ ദൈവസഭയാണ്. it is a church where we should experience truly God's love. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നത് പറയുകയും So those who say they love God, അവനെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ if you hate your brother, അവൻ കള്ളനാകുന്നു. it says that he is a liar. ആമേൻ. അവനൊരിക്കലും ദൈവത്തെ സ്നേഹിക്കുമെന്ന് പറയാൻ സാധിക്കത്തില്ല. You cannot say that he loves God. ആമേൻ. അപ്പോസ്തല കാലഘട്ടങ്ങളിൽ In those times, അവർ ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. they were of one heart and one soul, ആമേൻ. തനിക്കുള്ള ഒന്നും സ്വന്തമെന്ന് വിചാരിച്ചിട്ടില്ല. and they did not consider what they had their own. ഇന്നത്തെ സഭ പോലെയല്ല കേട്ടോ. It is not like the church today. അവർക്കുള്ളതെല്ലാം വിറ്റ് ദൈവസഭയ്ക്ക് കൊടുത്തവരാണ്. They sold everything and give it to the church. ഇന്ന് പലരും പല ഉപദേശങ്ങൾ പറയുന്നുണ്ട്. Today many are saying different doctrines. സ്തോത്രം. ദൈവത്തിന് കൊടുക്കുന്ന ദശാംശം പഴയ നിയമത്തിലാണെന്ന് പറയുന്നവരുണ്ട്. There are those who say that tithes are only in the Old Testament. അതുകൊണ്ട് ദൈവത്തിന് കൊടുക്കണമെന്ന് പറയുന്നവരുണ്ട്. There are others who say that you don't have to give God. ഹല്ലേലൂയ. അപ്പോൾ സഹോദരൻ മുട്ടുണ്ടായിട്ട് അന്നത്തെ അപ്പോസ്തലിക കാലഘട്ടങ്ങളിൽ ഇല്ലാതിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. So in the times of the Acts of the Apostles, there was one thing that was lacking. അവർക്കൊന്നും ആർക്കും മുട്ടില്ലായിരുന്നു. No one had any lack. ആമേൻ. അപ്പോൾ നമുക്ക് കാലിലെ മുട്ടല്ല ഞാൻ പറയുന്നത്, അവരുടെ ജീവിതത്തിൽ മുട്ടില്ലാതെ, അവർക്ക് സമ്പത്തിനോ അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിഷയത്തിന് മേൽ മുട്ടില്ലാതെ. കാരണം ദൈവസഭയിലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നവരും അവരുണ്ടായിരുന്ന ദൈവസഭയിൽ കൊടുക്കുന്നവരുമായിരുന്നു. So everyone had no lack in anything because they all shared with each other. ഹല്ലേലൂയ. ഇന്ന് പുതിയ സഭയിലേക്ക് വരുമ്പോൾ കർത്താവ് യേശുക്രിസ്തു ഈ ഒരു തലത്തിൽ അങ്ങോട്ട് നമ്മൾ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നതിന്റെ സ്റ്റാൻഡേർഡ് കുറച്ചിട്ടില്ല, അത് കൂട്ടിയിട്ടേ ഉള്ളൂ. So in the New Testament, God has not reduced the standard of giving; He has only increased it. അത് നമ്മുടെ സമയമായിരിക്കാം, നമുക്ക് നിൽക്കുന്ന കഴിവുള്ള എന്താണെങ്കിലും ദൈവത്തെ സ്നേഹിക്കുന്നവൻ അവർക്ക് മറ്റുള്ളവർക്ക് തന്റെ സഹോദരന് വേണ്ടി ചെയ്യുവാൻ, നമ്മുടെ ദൈവസഭയ്ക്ക് വേണ്ടി അവർക്കുള്ള സമയത്തെയും അവർക്കുള്ള സമ്പത്തിനെയും അവരുടെ കഴിവിനെയും കൊടുക്കുവാൻ, ദൈവ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാൻ തയ്യാറാകും. So they will be willing to give their time, their wealth, their talents, everything for the work of God. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. It says though God loves a cheerful giver. അതുകൊണ്ട് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ സന്തോഷത്തോടെ കൊടുക്കണം, അല്ലെങ്കിൽ കൊടുക്കരുത്. That is why if we're giving something, we should give cheerfully, otherwise don't give. സന്തോഷത്തോടെ കൊടുക്കണം. So what we should give cheerfully. cheerfully. കൊടുക്കുന്നതിന് ലഭിക്കും. If you give, you will get. വിതച്ച കൊയ്യും. If you sow, you will reap. കാറ്റ് വിതച്ച കൊടുങ്കാറ്റ് കൊയ്യും. If you sow wind, you will get storm. ഹല്ലേലൂയ. കൊടുത്താൽ കൊല്ലത്തും കിട്ടും. അപ്പൊ അത് യൂണിവേഴ്സൽ എന്ത് ചെയ്താലും അതിനനുസരിച്ച് നിങ്ങൾക്ക് മടങ്ങി കിട്ടിയിരിക്കും. So according to what you give, you will get in return. അതുകൊണ്ട് മനുഷ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം നിങ്ങൾ ഇച്ഛിക്കുന്നത് അവർക്ക് നിങ്ങൾ ചെയ്തോണം. So what you want others to do for you, you should do for others. മറ്റുള്ളവരെ നമ്മളെ പോലെ തന്നെ ഫിലിപ്പിയർക്കെതിരെ 2-ാം അധ്യായത്തിൽ പറയുന്നു, സ്തോത്രം, നിങ്ങൾ മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുക. In Philippians 2 it is said you should consider others better than yourselves. അതിൽ പലരും പറയാറുണ്ട്, എന്നെ ദൈവമക്കൾ വിളിക്കുന്നില്ല, ആരും എന്നെ കെയർ ചെയ്യുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. There are many people who say nobody's calling me, nobody cares for me. ദൈവസഭയ്ക്കകത്ത് സ്നേഹമില്ല, അല്ലെങ്കിൽ എന്റെ ഓഫീസിലുള്ള എന്നെ വിളിക്കുന്നില്ല, എന്റെ പ്രിയപ്പെട്ടവർ വിളിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത്, എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. There are people who say people in my church, people in my office are not calling me, they don't care for me. ഇന്ന് നിങ്ങൾക്ക് സ്നേഹം വേണമെങ്കിൽ ആദ്യം നിങ്ങൾ സ്നേഹം കൊടുക്കാൻ തയ്യാറാകുക. If you want love, you should give love. നിങ്ങളെ ഇവരുടെ സഹായം വേണമെങ്കിൽ നിങ്ങൾ അവരെ സഹായിക്കാൻ തയ്യാറാകുക. If you want help from others, you should be willing to help others. ഭർത്താവിന് ഭാര്യയുടെ സ്നേഹമില്ലെങ്കിൽ ആദ്യം നിങ്ങൾ ഭാര്യയ്ക്ക് സ്നേഹം കൊടുക്കുക. If you are not loving your husband, you give your love to your husband. മക്കൾക്ക് അപ്പന് സ്നേഹമില്ലെങ്കിൽ ആദ്യം അപ്പന് സ്നേഹം കൊടുക്കുക, ബാക്കി തിരിച്ചു കിട്ടും. If your children are not loving the parents, let the parents give love to the children. ആമേൻ. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഞാൻ ഒരിക്കലും ഒരു വ്യക്തി വന്ന് എന്നെ ആരും വിളിക്കുന്നില്ല, ആരും എന്നെ കെയർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. One person came to me and said nobody is calling me, nobody is caring for me. ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു, സഹോദരി ആരെങ്കിലും വേണ്ടേ? ഞാൻ പറഞ്ഞു, എത്ര പേരെ നിങ്ങൾ സഹോദരൻ വിളിക്കുന്നുണ്ട്? I asked that person, how many people do you call? അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. He didn't say anything. എനിക്കറിയാം അദ്ദേഹം ആരെയും വിളിക്കാറുള്ളത്. I knew that he didn't call ഒരു anyone. വ്യക്തിയുടെ പോലും വിഷയങ്ങൾ അദ്ദേഹത്തിന് അറിയത്തില്ല. He doesn't know anyone else's problems അദ്ദേഹത്തിന്റെ വിഷയം മാത്രമേ അദ്ദേഹത്തിന് അറിയുള്ളൂ. because he knows only his own ഞാൻ problems. കാര്യങ്ങൾ ചുരുക്കട്ടെ. Let me say in brief, നമ്മളെ പോലെ തന്നെ നമ്മുടെ അയൽക്കാരനെ സ്നേഹിക്കുക. we should love others as we love ourselves. നമ്മുടെ യേശുവിനെ സ്നേഹിക്കുക. We should love God. യേശു പറഞ്ഞു, എന്നെക്കാൾ അധികം Jesus said, more than me. അപ്പനെയോ അമ്മയോ, If you love your father or mother more than me, ഹല്ലേലൂയ, എനിക്ക് അങ്ങനെ സ്നേഹിക്കാൻ എനിക്ക് യോഗ്യനല്ല.
he is not worthy of me. എന്നെക്കാളും അധികം മകനെയോ മകളെയോ സ്നേഹിക്കുന്നവൻ If anyone loves his son or daughter more than me, he is not worthy ഈ of me. ദിവസങ്ങളിലെ കർത്താവിനുമായിട്ടുള്ള കൂട്ടുബന്ധത്തിലേക്ക് നമ്മൾ അടുത്തു വരട്ടെ. Let us come into a deeper relationship with the Lord. പത്രോസ് തന്റെ പടകും വലയും തന്റെ മക്കളെയും തന്റെ വീടിനെയും ഭവനത്തെ എല്ലാം കർത്താവിന് വേണ്ടി കൊടുത്തു. Peter gave his boat, his net, his family, everything for God. അപ്പോൾ അദ്ദേഹം ഏറ്റവും സ്നേഹിച്ചിരുന്ന പടകും വലയുമായിരുന്നു. What he loved most was his boat and the net. കടലിൽ പോകുന്നവരുണ്ടെങ്കിൽ അവർക്കറിയാൻ പറ്റും അവർ ഏറ്റവും സ്നേഹിക്കുന്ന പടകും വലയുമായിരിക്കും. So those who go fishing, fishermen, we know that they love for the fish and the boat more than everything. ആ പകൽക്കാലം യേശുവിനെ അറിഞ്ഞപ്പോൾ, But when he came to know God, യേശുവിന്റെ സ്നേഹം രുചിച്ചറിഞ്ഞപ്പോൾ, when he experienced the love of God, അതെല്ലാം വിട്ടുകളഞ്ഞു. he was willing to forsake everything. യേശുവിന്റെ പുറകെ അദ്ദേഹം യേശുവിനെ പിന്തിരിഞ്ഞു. യേശു ചോദിച്ചില്ല, യേശു വിളിച്ചില്ല, പക്ഷെ യേശുവിന്റെ സ്നേഹം രുചിച്ചറിഞ്ഞപ്പോൾ, But when he tasted the love of God, ആമേൻ, എല്ലാത്തിനേക്കാളും എല്ലാം കൊടുക്കുവാൻ തയ്യാറായി. and he was willing to give up everything. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, If anyone is hearing me today, അവർക്ക് ആ ദൈവസ്നേഹം രുചിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ, if you're not able to experience the love of God, പിതാവിന്റെ സ്നേഹം അറിയണമെങ്കിൽ, if you want to experience the Father's love, ജീവിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം അറിയണമെങ്കിൽ, if you want to experience the love of a living God, കാണപ്പെടാതെ ദൈവത്തെ അറിയണമെങ്കിൽ, if you want to know the true God, യേശുവിന്റെ അടുക്കലേക്ക് വന്നാട്ടെ. let us draw near to Jesus. യൂദാസ് യേശുവിനെ സ്നേഹിച്ചില്ല എന്ന് ഞാൻ പറയുന്നില്ല. I don't say that Judas didn't love Jesus, യൂദാസിന്റെ ആകർഷണ വലയം പണത്തോടായിരുന്നു. but Judas loved money more. യേശുവിനെക്കാളും കൂടുതൽ സ്നേഹിച്ചു. Judas loved money more than Jesus. പത്രോസ് തന്റെ ഏറ്റവും സ്നേഹിക്കുന്നതിനെ എല്ലാത്തിനേക്കാളും യേശുവിനെ സ്നേഹിച്ചു. Peter loved Jesus more than everything. യേശുവിന്റെ വില 30 വെള്ളിക്കാശ് കണ്ടുള്ളൂ. Judas counted Jesus for 30 silver coins. He betrayed. പക്ഷെ പത്രോസ് തന്റെ ജീവിതത്തിൽ എല്ലാത്തിനേക്കാളും ഏറ്റവും വിലയോട് മൂല്യമുള്ളത് യേശുവായിരുന്നു. But for Peter, Jesus was more valuable than everything else. അതുകൊണ്ടാണ് യേശു അവസാനം പത്രോസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. That is why Jesus is asking Peter. യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിനോട് യേശു ചോദിക്കുന്നു. Peter, who denied Jesus 3 times, Jesus is asking him. അവനോട് പറഞ്ഞ ചോദ്യം, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? He is asking Peter, do you love me? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? Do you love me? എന്റെ ആടുകളെ മേയ്ക്കുക. 3 പ്രാവശ്യം പറഞ്ഞു. 3 പ്രാവശ്യം യേശു അതിൻ്റെതായ ഉത്തരം കൊടുക്കുകയും ചെയ്തു. 3 times he asked him, do you love me, Peter, Simon son of Jonah? And 3 times he replied, you know Lord, I love you. ആ പത്രോസിന്റെ സ്നേഹം കുറഞ്ഞില്ല. യേശുവുമായിട്ടുള്ള അവസാനത്തെ ശ്വാസം തീരുമ്പോൾ ആ കർത്താവിനോടുള്ള സ്നേഹം അനേക മടങ്ങ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വർദ്ധിച്ചു. But towards the end of his life, his love for Jesus did not decrease, it increased manyfold. ഹല്ലേലൂയ. ആ പത്രോസ് പറഞ്ഞു, Peter said, പത്രോസിനെ കൊല്ലുവാൻ കൊണ്ടുപോകുമ്പോൾ, when Peter was taken to be killed, പത്രോസിനെ ക്രൂശിൽ തറച്ചാണ് മരിക്കുന്നത്. Peter was crucified. പത്രോസ് പറഞ്ഞു, എന്റെ അരുമനാഥൻ മരിച്ചതുപോലെ മരിക്കാനുള്ള യോഗ്യതയില്ല. I'm not worthy to die like my master. അത് മാത്രമല്ല, Not only that, ആ ക്രൂശിൽ ഞാൻ മരിക്കുമ്പോൾ when I die on the cross, അവന്റെ പാൽപാദം ചുംബിച്ചുകൊണ്ട് എനിക്ക് എന്റെ ജീവനെ കൊടുക്കണം. I want to kiss the feet of my master while I die. അതുകൊണ്ട് തലകീഴായി ക്രൂശിൽ മരിച്ചു. That is why he was crucified upside down. സന്തോഷത്തോടെ അവസാനത്തിൽ അവന്റെ ജീവനെ കൊടുത്തു. With great joy he gave his life for the Lord. യേശുവിനെ തള്ളിപ്പറഞ്ഞ ദൈവസഭയെ യേശുവിനെ ഉപദ്രവിച്ച ഒരു പൗലോസ് അപ്പോസ്തലൻ, Paul, who persecuted the church, തന്റെ ജീവിതം തീരുമ്പോൾ when towards the end of his life, അദ്ദേഹത്തിന്റെ ആഗ്രഹം ഒന്ന് മാത്രമേ ഉള്ളായിരുന്നു. he had only one desire. കേട്ടുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ ഇത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. I pray that what happened to him happened to the life of the children. എല്ലാത്തേക്കാളും ആ ദൈവസ്നേഹം നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കട്ടെ. Let us love Jesus more than everything else. രാത്രി നിങ്ങളുടെ ഹൃദയം ഒന്ന് തുറക്കാമോ? Can you open your heart to God? യേശു നമ്മളെ സ്നേഹിക്കുന്നു. Jesus loves us. നമുക്ക് തിരിച്ചു കൊടുക്കാൻ നമുക്ക് കർത്താവ് ഒന്നുമില്ല. We have nothing to give back to God. അവനുണ്ടായതെല്ലാം നമുക്ക് വേണ്ടി തന്നു. Whatever he had, he gave us. അവൻ തന്നെ സ്നേഹിതന്മാർക്ക് വേണ്ടി കൊടുക്കുന്നതിനേക്കാളും അധികം സ്നേഹമില്ലാതെ യേശു പറഞ്ഞു. Jesus said there is no more love than that you give your life for your friends. ആ ഗോൽഗോഥായിലെ കാൽവരിയിലെ ക്രൂശ്, That cross of Calvary. അത് ആരോ പറഞ്ഞു, Somebody said ക്രൂശ് എന്ന് പറഞ്ഞാൽ the cross, ഞാൻ എന്ന വ്യക്തിയെ മുറിച്ചു മാറ്റുന്നതാണ്. it is cutting the person of I. എന്നതിനെ കട്ട് ഓഫ് ചെയ്യുന്നതാണ് ക്രൂശ്.
It is cutting the person I. എന്നിലുള്ള എന്റെ സ്വാർത്ഥപരമായ സ്നേഹങ്ങൾ, My selfish love, എന്റേതായ പാപത്തിന്റെ സ്വഭാവങ്ങൾ, my sinful habits, എല്ലാം വെടിഞ്ഞ forsaking everything. ഹല്ലേലൂയ. ഒരു ക്രോസ് കാണിക്കുന്നത് നിങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള സഹോദരനെ സ്നേഹിക്കുന്നതാണ്. The cross shows that you have to love your brother on the right and to the left. അടുത്തിരിക്കുന്ന സഹോദരന്റെ കരങ്ങൾ പിടിച്ചെന്ന് പറഞ്ഞാട്ട് ഞാൻ എന്റെ കർത്താവിന്റെ സ്നേഹം ഈ ദിവസങ്ങളിൽ എന്നിലൂടെ ഒന്ന് ഒഴുകട്ടെ കർത്താവേ. If you have your brother or sister next to you, can you hold his hand and say, Lord, let your love flow into ആദ്യം me. ഭർത്താവ് ഉണ്ടെങ്കിൽ കരങ്ങൾ പിടിച്ചെന്ന് പറഞ്ഞാട്ട് എന്റെ ഉള്ളിലൂടെ ഒരു ജഡിക സ്നേഹമാണ് ഈ ദിവസങ്ങളിൽ ദൈവ സ്നേഹം എന്നിലൂടെ ഒഴുകട്ടെ. If you have anyone close to you, can you say, if your husband or wife is near you, can you say, Lord, let not fleshly love, let God's love flow into me. ഒരു അബ്രഹാം തന്റെ മകനെ തന്നെ ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ തയ്യാറായത് ദൈവത്തോടുള്ള സ്നേഹമായിരുന്നു. When Abraham gave up his son, it was because of his love for God. അല്ലെങ്കിൽ ദൈവത്തെ സംശയിച്ചില്ല, ദൈവം നന്മ മാത്രമേ ചെയ്യുമെന്ന് വിശ്വസിച്ചു. He did not doubt God. He knew that God only does what is good. ഒരു ഹന്ന തന്റെ ശമൂവേൽ ബാലനെ കൊടുത്തതിന്റെ കാരണം അവന്റെ ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടായിരുന്നു. Hannah gave her son Samuel to God because of her love for God. ജീവപര്യന്തം നൈവേദ്യമായി സമർപ്പിച്ചത്. He lent her son to the Lord all the days of his life. ദൈവത്തിന് ഒന്ന് കൊടുത്തപ്പോൾ ദൈവം അഞ്ചിനെ വേറെ കൊടുത്തു. When she gave one, God gave her 5 more. നിങ്ങളുടെ മക്കളെ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. If you give your children for God, അല്ലെങ്കിൽ ദൈവം നമ്മളെ ദൈവം ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വരവേഗം കാണപ്പെടുവാനും കർത്താവിന് വേണ്ടി ഈ ദിവസങ്ങൾ ഫലം കായ്ക്കുന്നവരാക്കി ദൈവം തീർക്കും. God will make us fruitful for His kingdom. ക്രൂശ് മുകളിലേക്ക് പോകുമ്പോൾ When the cross goes up, ഹല്ലേലൂയ, അത് നമ്മുടെ പിതാവുമായിട്ടുള്ള കൂട്ടുബന്ധത്തെ കാണിക്കുന്നു. it shows a relationship with the Father. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. Jesus became a sacrifice for us on the cross. അവസാനം വരെ അവൻ സ്നേഹിച്ചു. Till the end, He loved. അല്ലെങ്കിൽ യൂദാസിനെ വരെ സ്നേഹിച്ചുകൊണ്ട് He even loved Judas. അവൻ നശിച്ചു പോകാൻ ഹല്ലേലൂയ ദൈവം യേശു ആഗ്രഹിച്ചതല്ല. He did not want him to be destroyed. ആ ക്രൂശിൽ യേശു പത്രോസിനെ നോക്കി. Jesus looked at Peter. ആ നോട്ടം കണ്ട് അവരുടെ കണ്ണുകൾ തമ്മിൽ ഉടക്കിയപ്പോൾ When their eyes met each other, പത്രോസ് പൊട്ടിക്കരയുകയാണ്. Peter wept bitterly. സ്നേഹം തിരിച്ചറിയുന്നവർക്ക് Those who experience the love of അവനെ God, പിരിഞ്ഞു പോകാൻ സാധിക്കത്തില്ല. they cannot leave God. ക്രൂശിൽ അവൻ പറഞ്ഞു, He said on the cross. ഇവർ എന്നോട് ചെയ്യുന്ന ഇവരെ അറിയുന്നില്ല ഇവരെന്താണ് ചെയ്യുന്നതെന്ന്. Here Jesus said they don't know what they are doing. യേശുവിന്റെ അവസാനത്തെ പ്രാർത്ഥന, That is His last prayer. അവരോട് ക്ഷമിക്കണമേ. Father, forgive them, for they don't know what they are doing. ഹല്ലേലൂയ. ഈ ദിവസം നമ്മുടെ പ്രാർത്ഥന അതായി തീരട്ടെ. Let that be our prayer. ഉണ്ടായിരുന്ന എല്ലാം കർത്താവ് നമുക്ക് വേണ്ടി കൊടുത്തു. Whatever Jesus had, He gave for us. അവസാനത്തെ തുള്ളി രക്തവും കൊടുത്തു. Even the last drop of His blood He gave. അവസാനത്തെ ശ്വാസവും കൊടുത്തു. He gave His last breath. അവൻ്റെ ഉണ്ടായിരുന്ന അവസാനത്തെ തുണി കഷ്ണവും കൊടുത്തു. He gave His last garment. അത് അവർ ചീട്ടിട്ടു. And they cast lots for that. അവന്റെ ആത്മാവിനെ നമ്മുടെ മേൽ ദൈവം പകർന്നു. And He gave His Spirit. സ്തോത്രം. അവൻ നമുക്ക് വേണ്ടി ചിലത് ഒരുക്കുന്നു. He's preparing something for us. അതിൽ ഒരു കാര്യം ഓർക്കണേ, One thing you should know. യേശു ഒരുക്കുന്നത് യേശുവിന് വേണ്ടിയല്ല. What He's preparing is not for Himself. നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടിയാണ്. It is for us. ഒന്നും കർത്താവിന് വേണ്ടി ചെയ്തിട്ടില്ല. He did not do anything for Himself. ഹല്ലേലൂയ. യേശുവിനെ മരിച്ചു ഉയർപ്പിച്ചതിന്റെ ആത്മാവ്, The Spirit of who raised Jesus from the അതേ dead, ആത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, that same Spirit dwells in you. ആത്മാവിനെ ഈ ദിവസം ലഭിച്ചിട്ടില്ലെങ്കിൽ If you have not received that ഒരു Spirit, നിമിഷം പ്രാർത്ഥിച്ചാടെ, can you pray? ആ ആത്മാവ് എന്നിൽ നിന്ന് താവി അത് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ആത്മാവിന്റെ സ്തോത്രം, ആ സാന്നിധ്യം എന്റെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്ന ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ, If you think that the work of the Holy Spirit is less in you, നമ്മൾ ഒരു ദിവസം നമ്മുടെ ഈ ശരീരം ഒരുപക്ഷെ മണ്ണോട് മണ്ണായി ചേർന്നേക്കാം. our body might go to the dust. പക്ഷെ ഈ മണ്ണിൽ നിന്നും But from the dust, നമ്മളെ എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന ഒരു ശക്തിയുണ്ട്. there is a power which is able to raise us from the dust. ആ ശക്തിയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. That is the power of the Holy Spirit. ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ, The Holy Spirit dwells in you. യേശു ക്രിസ്തുവിനെ മരണത്തിന് ഉയർപ്പിച്ചവൻ, That same Spirit who raised Jesus from the എന്നിൽ dead, നിങ്ങൾ വസിക്കുന്ന ആത്മാവിനാൽ through the same Spirit, നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് ജീവൻ നൽകും. will give life to your mortal bodies. ഹല്ലേലൂയ. ആത്മാവിന് ആദിദാനം ലഭിച്ചിരിക്കുന്ന നാം We who have received the നമ്മുടെ Spirit, ശരീരത്തിന്റെ വീണ്ടെടുപ്പിനായി കാത്തിരിക്കുന്നു. we wait for the redemption of our body. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ These days, കർത്താവിന്റെ വരവേറ്റ ആസന്നമായിരിക്കുന്നു. the coming of our Lord is ഇന്നേ very ദിവസം near. ദൈവദാസൻ പറയുന്നത് കേൾക്കുവാനിടയായി. I heard a man of God say, അദ്ദേഹം പറഞ്ഞു, he said, തോമസ് അൽവ എഡിസനെ പറ്റി പറയുന്നത് കേൾക്കുവാനിടയായി.
He spoke about Thomas Edison. അദ്ദേഹം ഒരു ഏത്തിയസ്റ്റ്, ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരു വ്യക്തിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു. He was talking to an atheist. അദ്ദേഹം പറഞ്ഞു, മരിച്ചവർ ഉയർക്കാൻ ഞാൻ വിശ്വസിക്കുന്നില്ല. He said, I don't believe that the dead people rise. ആ നിരീശ്വരവാദിയോട് പറഞ്ഞു, നിങ്ങൾ അല്പം ഒരു പൊടി അല്പം അദ്ദേഹത്തിന്റെ കരങ്ങളിൽ കൊടുത്തു. And he gave him little dust into his hands. എന്നിട്ട് പറഞ്ഞ ആ ചെടിയെ ചുവട്ടിക്കൊണ്ടിടാൻ പറഞ്ഞു. And he told him to put it on the bottom of the plant. അദ്ദേഹം പറഞ്ഞു, അതിനുശേഷം അല്പം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ആ പൊടി എനിക്ക് തിരിച്ചു വേണമെന്ന് പറഞ്ഞു. And after that he said, can you bring me back that dust? പക്ഷേ ഇദ്ദേഹം പറഞ്ഞത് സാധ്യമല്ലെന്ന് പറഞ്ഞു. He said, no, it is not possible to get എഡിസൺ that അദ്ദേഹത്തെ back. കൂട്ടിക്കൊണ്ടുപോയി. Edison took this person അദ്ദേഹം ഒരു കാന്തം അവിടെ കൊണ്ടുവച്ചു. and he kept a magnet there, അതിന്റെ മുകളിൽ കൊണ്ടുവച്ചു. kept that magnet on top of that dust. അതെല്ലാം ഇരുമ്പിന്റെ പൊടികളായിരുന്നു. It was all pieces of iron, ആ ഇരുമ്പിന്റെ പൊടികൾ ആ കാന്തത്തോട് ചേർന്നു. and all those iron pieces got stuck on that magnet. ഇതാണ് നമ്മൾ മർത്തിയ ശരീരങ്ങൾ മരിച്ചു കഴിയുമ്പോൾ, That is what happens when our mortal bodies die. യേശുക്രിസ്തു വാനമേഘത്തിൽ വരുമ്പോൾ, When Jesus comes in the clouds, ആമേൻ, നിങ്ങൾ ജീവിച്ചിരിക്കുന്നവരായ നിങ്ങൾ those who remain at his coming മരിച്ചവർക്ക് മുൻപാകെ ഇല്ല എന്ന് ദൈവത്തിന് വചനം പറയുന്നു. will not perceive those who are dead. മരിച്ചവർ അക്ഷരാ ഉയർക്കും. Those who are dead in Christ will come alive. ഈ ലോകത്തിന്റെ ആകർഷണ വലയത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ച ദൈവമക്കൾ, Those who have come out of the attractions of this world, പാപത്തെ വെടിഞ്ഞ, പാപത്തെ അവസാനത്തോളം പാപത്തോട് പോരാടിയ ദൈവമക്കൾ, those who have resisted sin to bloodshed, ഹല്ലേലൂയ, അവർ മരിച്ചവരിൽ അക്ഷരായി എഴുന്നേൽക്കും. they will rise from their mortal bodies. ആമേൻ. ആ കന്ത്യ കാഹള ധ്വനിയിൽ, At the sound of the last trumpet, ഹല്ലേലൂയ, നിങ്ങൾ അമർത്തിയ ശരീരങ്ങൾക്ക് ജീവൻ വയ്ക്കും. your mortal bodies will become immortal. ഈ ലോകത്തിന്റെ കാന്ത ആകർഷണ വലയത്തിൽ നിന്ന്, ഭൂമിയുടെ ആകർഷണ വലയത്തിൽ നിന്നും, From the magnetic attraction of this earth, ഹല്ലേലൂയ, അവർ വാനമേഘങ്ങളിലേക്ക് കർത്താവിനോട് ചേരുവാൻ വേണ്ടി എടുക്കപ്പെടും. they will be taken up in the clouds to be with the Lord. പിന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കാൻ നമ്മൾ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് കണ്ണിമയ്ക്കുന്ന മാത്രമേ നിങ്ങൾക്ക് മാറ്റം വരും. Those who are alive at his coming, your bodies will be changed in the twinkling of an മഹത്വമുള്ള eye. ശരീരം നിങ്ങൾക്ക് ലഭിക്കും. You will get a glorified body. ഹല്ലേലൂയ. Hallelujah. അത് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ If you are willing to obey that, willing to believe that, കർത്താവിന് വേണ്ടി നമുക്ക് സമർപ്പിക്കാം. can you give yourself to the Lord? ഹൃദയത്തെ ദൈവസന്നിധിയിലേക്ക് നേർപ്പിക്കാം. Can you give to the surrender yourself to God? റോമർക്കെഴുതിയ ലേഖനം 8-28 വാക്യം Romans 8:28 says, നമ്മളെല്ലാം പറയുന്ന ഒരു വാക്യമാണ്. it is something we always quote. ദൈവത്തെ സ്നേഹിക്കുന്നവർ, For those who love God, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് for those who love God, വെറുതെ പറഞ്ഞു പോകരുത് കേട്ടോ. you should not simply say it. ദൈവത്തെ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, If you truly love God, നമ്മൾ ഈ പറഞ്ഞ പോലെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, if you truly love God in the way that I've told you, നിങ്ങൾ ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്. then you are truly called by God. സകലതും ദൈവം നന്മയ്ക്കായി വ്യാപരിക്കും. God will surely work everything for good. ദൈവസന്നിധിയിലേക്ക് നേൽപ്പിക്കാം. Can you give yourself to the Lord? ഹല്ലേലൂയ. നമുക്ക് ദൈവങ്ങളിലേക്ക് നേൽപ്പിക്കാം. Amen. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങൾ കർത്താവിന് വേണ്ടി സമർപ്പിക്കാൻ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, കർത്താവിനെ നമുക്ക് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. അതല്ല, എൻ്റെ ജീവിതത്തിൻ്റെ മേൽ ഈ ദിവസങ്ങൾ കർത്താവിനെ നമുക്ക് അടുക്കുവാൻ ആഗ്രഹമുണ്ട്, ദൈവിക പദ്ധതികൾക്കായി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരാണെങ്കിലും, കേട്ടുകൊണ്ടിരിക്കുന്ന ആരെല്ലാം ഉണ്ടോ, കേൾക്കുവാനുള്ളവരുണ്ടോ, അവരെല്ലാം കർത്താവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ആ ദൈവസ്നേഹം അടുത്തറിയുവാൻ, സ്നേഹിക്കുന്ന ഒരു യേശു ദൈവം സ്നേഹമാണെന്ന് തിരിച്ചറിയുവാൻ, ദൈവത്തിൻ്റെ പദ്ധതി നാശത്തിനുള്ള പദ്ധതിയല്ല, ശുഭമായ ഭാവിക്കുള്ള പദ്ധതിയാണെന്ന് അറിയുവാൻ, ഈ ദിവസങ്ങളിൽ അവരെ സ്നേഹിക്കുന്നവർക്ക് സകല നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു പറയുമ്പോൾ, കഥാ ഈ ദിവസങ്ങളിൽ ഒരു നിമിഷം കഥാവി ഹൃദയങ്ങളെ സമർപ്പിച്ചവർ, കഥാവിന് വേണ്ടി സമർപ്പിച്ചവർ, ചിലതൊക്കെ വിട്ടുകളയാൻ തയ്യാറായവരുണ്ട്. അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. 10 ദിവസം ഇപ്പോൾ ഈ ദിവസങ്ങളിൽ പിഞ്ചെല്ലുവാൻ, ഈ ദിവസങ്ങളിൽ കർത്താവിനെ രക്ഷകനാഥമായി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാ കഥാകോർത്ത് പ്രാർത്ഥിക്കുന്നു. ചില വിഷയങ്ങളുടെ മേൽ കരയുന്നവരുണ്ട്. കഥാകാരത്തെ ദൈവം സ്നേഹിക്കുന്നുണ്ടെന്ന് ഒരു മറിയാത്തതുപോലെ 3-ാം ദിവസം ശേഷവും ഇറങ്ങി വരുന്ന കഥാവെന്ന് അറിയുവാനാണ് സർവ്വയാതനായ സ്വന്തം കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വരവിക്കുന്ന എല്ലാവരെയും കാണപ്പെടുവാനാണ്. ചിത്രങ്ങൾ താഴ്ത്തുന്നത് പ്രാർത്ഥനകളൊക്കെ വയ്ക്കാശം യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു.